السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ ഈ ആയത്തിലെ കാഫിന്റെ ഖിതാബ് കൊണ്ട് ഖിതാബിടപ്പെട്ട മുഖാതബായ ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി ആലങ്ങൾക്കെല്ലാം അധിപനായ മാലികുൽ മുലൂക്കായ മുഇസ്സും മുദില്ലും മുഹയ്യും മുമീതുമായ ആലമെല്ലാം അഥവാ ബർറ് ബഹർ ഹജർ ഷജർ തുടങ്ങി അർശ് കുർസി ശംസ് ഖമർ തുടങ്ങി ളുഹർ അസ്ർ ഫജ്ർ മഗ്രിബ് ആക കായിനാത്തെല്ലാം ദിക്ർ ഫിക്ർ ശുക്ർ കൊണ്ട് കൂടുവാൻ അവകാശിയായ തമ്പുരാൻ അവൻ തന്റെ ഖദീമായ തീരുമാനത്തിൽ മഖ്ലൂഖാത്തിൽ അവ്വലായ ലോകരിൽ ഹാദിയായ അഖ്വാലിൽ സ്വാദിഖായ നബിമാരിൽ രാജരായ മുർസലിൽ താജദായ മുദ്നിബിൽ ഷാഫിയായ മാലിക്കിൽ ഹബീബും മഹബൂബും മഅ്ശൂഖും മൻഖൂഷും മർഹൂബും മുഖറബുമായ ളുൽമത്തിൽ ശംസദായ ജഹലെന്ന ഇരുട്ടിൽ ഖായിദായ അറബിയിൽ നഫ്സഹായ മക്കയുടെ സമ്മാനമായ മദീന സ്വർഗ്ഗ പൂന്തോപ്പിന്റെ മാണിക്കമായ ഖൈറുൽ ഉമ്മത്തിന്റെ മനസ്സിൽ മായാതെ മറയാതെ തിളങ്ങുന്ന മുത്തായ ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നൂറെന്ന ഒളിവിനെ പടച്ച് താഊസിന്റെ കോലത്തിന് അർശെന്ന സിംഹാസനത്തിൽ അവന്റെ ഇറാദത്തിൽ സുബൂത്തായ കാലത്തിൽ പാർപ്പിച്ച ആ കോലം കൊള്ളൻ അല്ലാഹു അസ്സ വജൽ ആയതിൽ പിന്നെ അതിനോട് ഖിതാബായിട്ട് കൂനി മുഹമ്മദാ എന്നുള്ള രാജകൽപ്പനയുണ്ടായി. പിന്നീട് ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന ഖൗലിന്റെ പുലർച്ച പോലെ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഫാഖിറായ അസ്ലാബിലൂടെ താഹിറായ റഹാമിലൂടെ നടത്തി അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള എന്നവർക്കുള്ള മുതുകിൽ നിന്ന് വഹബിന്റെ മകൾ ആമിന എന്നവർക്കുള്ള റഹമിലാക്കി വെച്ച് ബാപ്പയെ മടക്കി വിളിച്ചു ഉമ്മയെയും മകനെയും ഒഴിച്ച് മക്ക എന്ന ദിക്കിൽ ഉദിപ്പിച്ചു ഉമ്മിയായി അറിവിച്ച് അല്ലമീനായി വളർത്തിച്ച് സർവസമ്മതം വാങ്ങിച്ച് ഗാർ ഹിറായിൽ കടത്തി ഇബാദത്തിൽ ഇരുത്തി അൻസലല്ലാഹു മലക്ക് ജബ്റായീൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ لو كان بالعلم من دون التقى شرف وكان أشرف خلق الله إبليس واعلموا أمة سيدنا ومولانا محمد റബ്ബിൻ സ്തുതി ഗീതമേ അഹദിൻ തിരുദീനിലെ
രജകരത്തിന് കിരീട പ്രധാനരേ ആശിഖ് മഅശൂഖരേ അമീനരേ അർശിൽ തെളിവൊളിവേ സിറാജരേ റബ്ബിൻ സ്തുതി ഗീതമേ അഹദിൻ തിരുദീനിലെ രജകരത്തിന് കിരീട പ്രധാനരേ ആശിഖ് മഅശൂഖരേ അമീനരേ അർശിൽ തെളിവൊളിവേ സിറാജരേ റബ്ബിൻ സ്തുതി ഗീതമേ വഅലമു ഉമ്മത സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത സാദാത്തുക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട്, സമയത്തിൻ്റെ ബർക്കത്തുകൊണ്ട് മഹാനായിരിക്കുന്ന ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള മഹാരഥന്മാരായ ഔലിയാക്കന്മാരുടെ ഹഖ് ജാഹ ബർക്കത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധപ്പെട്ടവരിലുമുള്ള രോഗികൾക്കൊക്കെ അല്ലാഹു ശിഫാ നൽകട്ടെ. ആമുഖമൊന്നും നീട്ടിപ്പറത്തി പറയാതെ ഞാൻ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അൽഹംദുലില്ലാ അൽഫമറ. നല്ലൊരു സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ദിവസങ്ങളോളം, കുറെ 4-5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ഇങ്ങനെ പരിപാടികൾ വെക്കുമ്പോൾ പല സ്ഥലത്തും കാണുന്ന ഒരു പ്രവണതയാണ് റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ പോയ പോലത്തെ ഒരവസ്ഥ. തുടക്കത്തിലൊക്കെ നല്ലോണം ആളുണ്ടാവും. റമദാൻ മാസം തറാവീഹ് നിസ്കാരം കണ്ടിട്ടില്ല നിങ്ങൾ? റമദാൻ മാസം തുടക്കത്തിൽ ഭയങ്കര ഈമാനായിരിക്കും. റമദാൻ മാസം 10 കഴിയുമ്പോൾ 1-ാമത്തെ 2-ാമത്തെ സഫൊക്കെ അങ്ങനെ പോകും. അവസാനം പിന്നെ റമദാൻ മാസം ലാസ്റ്റിൻ്റെ അന്ന് മുക്രിക്ക ഇമാമും മാത്രം ഉണ്ടാവും. അങ്ങനെയൊന്നും അല്ലാതെ 4-ാമത്തെ ദിവസമായിട്ടും ആ 1-ാമത്തെ ദിവസത്തിൻ്റെ ആർജവത്തോടുകൂടെ നിങ്ങൾ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ അൽഫമറ, നിങ്ങളുടെ നാടിൻ്റെ ചൈതന്യം അതിൽ വെളിവാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മനുഷ്യകുലത്തിന്റെ തുടക്കമാണ്. നമ്മുടെയൊക്കെ പിതാവായ ആദ്യത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചു. മനുഷ്യകുലത്തിന്റെ തുടക്കം പടച്ചിട്ട് ആദമിന്റെ ഇടതുഭാഗത്തുള്ള വാരിയലിൽ നിന്നും ഹവ്വ റളിയല്ലാഹു തആല അൻഹയും പടച്ചു. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? മനുഷ്യന്റെ ആജന്മ ശത്രു എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും. മനുഷ്യന്റെ ആജന്മ ശത്രു ആരാണ്? നിങ്ങൾ ഉറങ്ങരുത് കേട്ടോ. മനുഷ്യന്റെ ആജന്മ ശത്രു ആരാണ്? പറഞ്ഞോളൂ. ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ ഇബ്ലീസാണ് മനുഷ്യന്റെ ആജന്മ ശത്രു. അതെങ്ങനെ മനുഷ്യന്റെ മൊത്തം ആജന്മ ശത്രുവായി? എൻ്റെ ഉപ്പയോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കളായ ഞങ്ങളോടും ഉണ്ടാവും. അങ്ങനല്ലേ? നമ്മുടെ പിതാവായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശത്രുത ഉള്ളത് കൊണ്ടാണ് മനുഷ്യകുലം മുഴുവനും ഇബ്ലീസിന് ശത്രുവായി മാറിയത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എന്ത് വിഷയത്തിലാണോ ഇബ്ലീസിന് ശത്രുത തോന്നിയത്, അതേ വിഷയത്തിൽ നമ്മളോടും കുറച്ച് കൂടുതലുണ്ടാവും. ഇതൊരു വലിയ മാറ്ററാണ്. ഞാനിങ്ങനെ ഷോർട്ടാക്കി പറയാം. അപ്പോൾ 1 മണിക്കൂർ 1/2 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചു വെച്ചിട്ട് ഇന്ന് ഭൂമിയിൽ കാണുന്ന മനുഷ്യന്മാർ ഉപയോഗിക്കുന്നതും അല്ലാത്തതുമായ സകലമാന വസ്തുക്കളും, ഓരോ സാധനങ്ങളും, മാങ്ങയും തേങ്ങയും എല്ലാം അള്ളാഹു അവിടെ പടച്ചു വെച്ചിട്ട് മലായിക്കത്തിനോട് ചോദിച്ചു, ഈ വസ്തുക്കളുടെ പേരും ഇതിന്റെ ഉപയോഗവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മലക്കുകൾക്കൊന്നും അത് ഇതുവരെ കണ്ടിട്ടുമില്ല. മലക്കുകൾ പറഞ്ഞു, ഇല്ല റബ്ബേ, ഞങ്ങൾക്ക് അറിയില്ല.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൽബിലേക്ക് അവന്റെ നൂറാനിയത്തായിരിക്കുന്ന ഇൽമ് ഇട്ട് കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഈ വസ്തുക്കളുടെ പേരും ഇതിന്റെ ഉപയോഗവും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. അവിടെ ഒരു ഗുരുവിന്റെ സ്ഥാനമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. അപ്പൊ അല്ലാഹു ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചു. ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇത് നമുക്ക് അറിയുന്നൊരു വിഷയമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു വിഷയം പറഞ്ഞ് ഞാൻ എൻ്റെ മാറ്ററിലേക്ക് വരാം. സാധാരണഗതിയിൽ ചെറിയ ക്ലാസ്സുകൾ മുതലേ അല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികൾ ജലാലീനെ കോതുന്ന ആ കാലം മുതൽ ഇങ്ങനെ പഠിച്ചു വരുന്ന വിഷയമാണ് ഇബ്ലീസ് ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. സത്യത്തിൽ അങ്ങനല്ല. ഈ ഖുർആൻ്റെ ഒരു വിഷയം അങ്ങനെയാണ്. ഖുർആനിൻ്റെ ഏത് ആയത്തുകളും ഇങ്ങനെ എടുത്ത് അതിൻ്റെ കെട്ടഴിച്ച് ഉള്ളോട്ട് ഇങ്ങനെ പോകുമ്പോൾ പല പല കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. ഒന്നൊന്നുമല്ല. ഒരു ആയത്തിനെ ഹല്ല് ചെയ്താൽ ഒരു കാര്യമല്ല, 1000 കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടല്ല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയാണ് പലരും വിചാരിച്ചത്. സത്യത്തിൽ അല്ലാഹു ഖുർആനിൽ പറയുന്നത് എന്താ? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. മലക്കുകളോടാണ് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഇബ്ലീസ് മലക്കല്ല, ഇബ്ലീസ് ജിന്നാണല്ലോ. മലക്കുകൾ എന്ന് പറഞ്ഞ എന്താണ്? അൽ മലായികത്തു അജ്സാമുൻ നൂറാനിയത്തുൻ, അത് പ്രകാശം കൊണ്ട് പടച്ചതാണ്. ഇത് അജ്സാമുൻ നാരിയത്തുൻ, ഇത് തീയാണ്. ഇബ്ലീസ് തീ കൊണ്ട് പടച്ച സാധനമാണ്. മലക്കുകൾ പ്രകാശം കൊണ്ട് പടച്ചതാണ്. അപ്പൊ അല്ലാഹു ഇത് ഖുൽനാ ലിൽ മലായികത്തി എന്നാണ് ഖുർആനിലും പറയുന്നത്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഒരു കണക്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റ് കാണുന്നില്ലല്ലോ. കാരണം ഇബ്ലീസ് മലക്കല്ല, അവൻ ജിന്നാണ്. അപ്പൊ എന്തിനായിരിക്കും ഇബ്ലീസിനെ പുറത്താക്കിയത്? ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഗുണപാഠാണ് ഞാൻ പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്, മാ മനഅത അൻ തസ്ജുദ ലിമാ ഖലഖത ബിയദയ്യ, മാ മനഅത അൻ തസ്ജുദ ലിമാ ഖലഖത ബിയദയ്യ. എന്റെ കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ഒരു വസ്തുവിനെ കാണിച്ചു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ മാ മനഅത, നിന്നെ തടഞ്ഞ കാര്യം എന്താണ്? അവിടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് ഞാൻ ജിന്നായതുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാറ്റർ വേറെ ആയിരുന്നു. പക്ഷെ ഇബ്ലീസ് കൊടുത്ത മറുപടി അതല്ല. അല്ലാഹു ഇബ്ലീസിനോട് നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇബ്ലീസ് പറഞ്ഞത് എന്താണ്? അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഖൈറാണ്. ഖലഖതനി മിൻ നാരിൻ, എന്നെ നീ തീ കൊണ്ടാണ് പടച്ചത്. വ ഖലഖതഹു മിൻ തീൻ, ആദമിനെ നീ മണ്ണ് കൊണ്ടാണ് പടച്ചത്. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യില്ല. കിബ്ർ വന്നു പോയി. മനസ്സിലായോ? അതുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ജീവിതത്തിൽ ഒരു മനുഷ്യന് തീരെ വരാൻ പറ്റാത്ത സാധനമാണ് ഒന്നാമത്തെ പാഠം. കാരണം ലൗ കാന ബിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ വകാന അശ്റഫു ഖൽഖില്ലാഹി ഇബ്ലീസു. ഒരാൾ കുറെ ഇൽമിങ്ങനെ പഠിച്ചു, തലയിൽ കെട്ടി താടി വെച്ച് കുറെ ഇൽമുണ്ട് എന്ന് കരുതിയിട്ട് ഒരാളും അശ്റഫുൽ ഖൽഖാവുകയില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ലകാന അശ്റഫു ഖൽഖില്ലാഹി ഇബ്ലീസു, ഇബ്ലീസാകുമായിരുന്നേനെ അശ്റഫുൽ ഖൽഖ്. അത്ര ഇൽമുണ്ട്, ഒരു ഫായിദയില്ല. ഇപ്പോൾ എൻ്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയും. അപ്പൊ ഖൽബിന് വരുന്ന ഏറ്റവും വലിയ രോഗങ്ങളിൽ പറ്റ ഏറ്റവും വലിയ ക്യാൻസറാണ് കിബ്ർ എന്ന് പറയുന്നത്. അത് വരാൻ തന്നെ പാടില്ല, അല്ലാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽപ്പെട്ട കഴിവുകളിൽപ്പെട്ട വലിയ കഴിവായിരിക്കുന്ന സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗത്തിൽ നിന്ന്, ശാശ്വതമായി നിലകൊള്ളുന്ന സുഖമായ സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ സ്വാഭാവികമായിട്ടും ഇബ്ലീസിന് ചെറിയ ദേഷ്യം വന്നു ആദം നബിയോട്. കാരണം ആദം നബിയുടെ കാരണത്താലാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താവുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം തന്നെയാണ്. ആ സുഖാനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അവിടുന്ന് പുറത്താക്കുമ്പോഴാണ് അതിന്റെ വിഷം മാറിയുള്ളൂ.
അപ്പൊ ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കൊല്ലാൻ കൊണ്ടുപോകുന്ന ആളോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നത് പോലെ ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു അത്രേ, നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഇപ്പൊ ചോദിക്കാം, ഇവിടെ നിന്നും പിന്നെ നിന്നെ പിരിച്ചുവിടുകയാണ്. അപ്പൊ ഇബ്ലീസ് അല്ലാഹുവിനോട് വലിയ ഒരു ലിസ്റ്റ് തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ആദ്യമായി കൊണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഒരു മനുഷ്യന്റെ കാരണത്താലാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ നാഡി നരമ്പുകൾക്കുള്ളിലൂടെ കയറി പോകാനുള്ള കഴിവ് എനിക്ക് തരണം. വേറെ ഇവിടെ എന്തൊക്കെ ഉണ്ട് ചോദിക്കാൻ? മനുഷ്യന്റെ ആജന്മ ശത്രുവായതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്, അതിന്റെ അടയാളമാണ് പറയുന്നത്. വേറെ ഇവിടെ എന്തോ എത്ര സ്ഥലങ്ങളുണ്ട് ഭൂമിയിൽ. ഇബ്ലീസ് ചോദിച്ചത്, മനുഷ്യന്റെ നരമ്പിന്റെ ഉള്ളിലൂടെ അവന്റെ രക്തത്തിലൂടെ വരെ കയറിപ്പോകാൻ എനിക്ക് അനുവാദം തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തു. ഒന്ന്. രണ്ടാമത്തേതായി കൊണ്ട് പറഞ്ഞു, റബ്ബേ, ഞാൻ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആദമിന്റെ മക്കളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ആദമിന്റെ ശത്രുവായതുകൊണ്ട് എനിക്കവിടെ വലിയ സ്ഥാനമൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് എനിക്കവിടെ താമസിക്കാൻ ഒരു സ്ഥലം വേണം. നിത്യമായിട്ട് എനിക്ക് താമസിക്കാൻ, എനിക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. അല്ലാഹു ചോദിച്ചു ഇബ്ലീസിനോട്, എവിടെയാണ് നിനക്ക് സ്ഥലം വേണ്ടതെന്ന് ചോദിച്ചപ്പോ, കോടാനക്കോടി ഗ്രഹങ്ങളുള്ള, നക്ഷത്രങ്ങളുള്ള, വലിയ ആകാശമുള്ള, ഭൂമിയുള്ള ഇത്രയും വലിയ പ്രപഞ്ചത്തിന്റെ ഗോപുരങ്ങളൊന്നും അവൻ കണ്ടിട്ടില്ല. അവൻ അല്ലാഹുവിനോട് ഇരിക്കാൻ സ്ഥലം ചോദിച്ചത് ഫീ ഖൽബിൽ ഇൻസാൻ, മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇബ്ലീസ് ചോദിച്ചത് ഫീ ഖൽബിൽ ഇൻസാൻ, മനുഷ്യന്റെ ഹൃദയത്തിൽ എനിക്കിരിക്കണം. അല്ലാഹു പറഞ്ഞു, ഇരുന്നോ. സമ്മതം കൊടുത്തു. ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തു, സമ്മതം കൊടുത്തിട്ടുണ്ട്. ഖൽബിലേക്ക് ഇരുന്നോ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിനക്ക് എല്ലാവരുടെ ഖൽബിലേക്കും കയറിയിരിക്കാൻ സാധ്യമല്ല. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ ഓർക്കുന്ന മനുഷ്യന്മാരുടെ ഖൽബുണ്ട്. എന്നെ ഓർക്കുന്ന ഖൽബിലേക്ക് നിനക്ക് കയറിയിരിക്കാൻ സാധ്യമല്ല, അല്ലാത്ത മനസ്സിലേക്ക് നിനക്ക് കയറിയിരിക്കാം. അപ്പൊ ഇബ്ലീസിന് അല്ലാഹു പെർമിഷൻ കൊടുത്തു എന്ന് മാത്രമല്ല, മനുഷ്യനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ് ഖുർആൻ പറയുന്നത്. നിന്റെ ഖൽബിലേക്ക് ഇബ്ലീസിന് കയറിയിരിക്കാൻ അല്ലാഹു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അവൻ കയറിയിരിക്കും. അതിനെ തടയിടാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, സദാസമയത്തും നീ ഖൽബിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നാൽ ആ ഖൽബിലേക്ക് ഇബ്ലീസിന് കയറിയിരിക്കാൻ സാധ്യമല്ല. അടുത്തതായി കൊണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഞാൻ ഭൂമിയിലേക്ക് പോയാൽ എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണ്ടേ? ഒക്കെ ഉണ്ട്, ഒരു സാധനവും വിട്ടിട്ടില്ല. എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. എവിടെന്നാ കിട്ടുക? ആദമിന്റെ മക്കൾ എന്തായാലും എനിക്ക് ഭക്ഷണം തരൂല, പച്ചവെള്ളം തരൂല, ഉറപ്പാണ്. അപ്പൊ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണം. അല്ലാഹു പറഞ്ഞു ഇബ്ലീസിനോട്, അവിടെ നിനക്ക് ഭക്ഷണമുണ്ട്. എവിടെയാണ്? ആദമിന്റെ മക്കളിൽപ്പെട്ട ആരെങ്കിലും ഭക്ഷണം കഴിക്കാനിരുന്നു, ബിഗൈരി ഇസ്മി, എന്റെ പേര് കൂട്ടാതെ ആരെങ്കിലും ഭക്ഷണത്തിലേക്ക് കൈയിട്ടാൽ അതിൽ ഒരു ഓഹരി നിനക്കുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു കൊടുത്തു ഇബ്ലീസിനോട്. ബിസ്മി ചെല്ലാതെ ആരെങ്കിലും ഭക്ഷണത്തിലേക്ക് കൈയിട്ടാൽ അതിന്റെ ഒരു ഓഹരി ഇബ്ലീസിനുള്ളതാണ്. റമളാൻ മാസമാണ് വരുന്നത്. ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹുമ്മ ലക്കസും തുഅലാ റിസ്ഖിക അഫ്തർതു എന്നൊക്കെ ചെല്ലാൻ പഠിപ്പിക്കും. അത് പോയിട്ട് ബിസ്മിനെ ചെല്ലാൻ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് പല ആളുകളും സ്വർഗവും നരകവും ഒക്കെ കാണുന്നത്. ശ്രദ്ധിക്കണം, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്നാലും ബിസ്മി ചെല്ലാതെ അതൊക്കെ കൈയിട്ടാൽ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇബ്ലീസും വന്ന് കൈയിടും. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ബിസ്മി ചെല്ലാൻ മറന്നുപോയാൽ ബിസ്മില്ലാഹി അവലുഹു ആഖിറുഹു അപ്പം തന്നെ ചെല്ലണം. കാരണം അള്ളാഹു പെർമിഷൻ കൊടുത്തതാണ്. അതിപ്പോ നമ്മൾ എന്തൊക്കെ കാട്ടിയിട്ടും കാര്യമൊന്നുമില്ല. രാജാതിരാജനായ റബ്ബ് തആല പെർമിഷൻ കൊടുത്തു, പിന്നെ പോൻ എന്ത് ചെയ്തൂടെ? അപ്പൊ ഭക്ഷണത്തിലേക്ക് കൈയിടുമ്പോൾ ബിസ്മി ചെല്ലണം എന്നുള്ളത് ഒരു സുന്നത്ത് മാത്രമല്ല, ഒരു സേഫ്റ്റിയും കൂടിയാണ്. അങ്ങനെ തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് ഇബ്ലീസ് ചോദിക്കുകയാണ്, റബ്ബേ,
ഭക്ഷണം റെഡിയായി, ഇനി എനിക്ക് കുടിക്കാനുള്ള വെള്ളം വേണം. അവിടെ ബിസ്മി ചെല്ലാത്ത വെള്ളം എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കണ്ട. എനിക്ക് കുടിക്കാനുള്ള വെള്ളം വേണമെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന് കൊടുത്ത വെള്ളമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുവ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇബ്ലീസിന്റെ വെള്ളമാണ്. കള്ള് ഇബ്ലീസിന് അല്ലാഹു പെർമിഷൻ കൊടുത്ത വെള്ളമാണ്. ഇനി അത് പോയിട്ട് ബിസ്മിയിൽ കുടിച്ചിടണ്ട, ഇബ്ലീസിന് കിട്ടണ്ട. അപ്പൊ ഇനി ബിസ്മി ചെല്ലാനൊന്നും ഇല്ലല്ലോ അതിൽ. അത് അല്ലാഹു 100% പെർമിഷൻ കൊടുത്തു. നിന്റെ വെള്ളം കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിനക്ക് വെള്ളമാണ്. ഇബ്ലീസിന്റെ വെള്ളമാണ്. ആദ്യമായിട്ട് കള്ളുണ്ടാക്കിയത് എന്തിൽ നിന്നാന്ന് നിങ്ങൾക്കറിയോ? ഇപ്പൊ അല്ലേ ഈ കെമിക്കലൊക്കെ കൂട്ടിയിട്ടൊക്കെ കള്ളുണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യകാലത്ത് കള്ളുണ്ടാക്കിയത്, ആദ്യമായിട്ട് കള്ളുണ്ടാക്കുന്നത് മുന്തിരിയിൽ നിന്നാണ്. ദ്രാക്ഷ ഇല്ലേ, ദ്രാക്ഷ, അതിൽ നിന്നാണ്. അപ്പൊ ആദ്യമായിട്ട് മുന്തിരി ഭൂമിയിൽ ആരാ ഉണ്ടാക്കിയതെന്ന് അറിയോ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഭൂമിയിൽ ആ സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിരിന്റെ ഒരു വിത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആ വിത്ത് കൊഴിച്ചിട്ടിട്ട് കുറേ ദിവസം കാത്തിരുന്നു, വെള്ളം ഒഴിച്ചു, വളം വിട്ടു, എന്തൊക്കെ ചെയ്തിട്ടും ഇത് മുളച്ചു വരുന്നത് കാണുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. നമ്മൾ സാധാരണ ഒരു 1000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു മരം വാങ്ങിക്കൊണ്ടെന്ന് അതങ്ങനെ ഉണങ്ങിപ്പോയി നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. ഇത് അതിൻ്റെ അപ്പുറം. കാരണം ഭൂമിയിൽ തന്നെ ഇല്ലാത്ത സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് മുളക്കുന്നില്ല. ഭൂമിയിൽ ആരുടെ കയ്യിലും ഇല്ല, ലോകത്തിൽ ആർക്കും ഇല്ല, എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഭയങ്കര വിഷമായി. അങ്ങനെ നൂഹ് നബി ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തിൽ വന്നു അത്രേ. ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തിൽ വന്നു. ഒരു പുരോഹിതന്റെ കോലത്തിൽ നബി തങ്ങൾ നൂഹ് നബീന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്ത് നബിയെ പ്രശ്നം, എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഒരു വിത്ത് കുഴിച്ചിട്ടുണ്ട്, ഇത് മുളക്കുന്നില്ല, കുറെ വെള്ളം ഒഴിച്ചു. ഇബ്ലീസ് പറഞ്ഞു, അത് മുളക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചാലൊന്നും മുളക്കൂല. പിന്നെ അതിന് ഒഴിക്കേണ്ട സാധനം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? 9 ജീവികളുടെ പേര് പറഞ്ഞു കൊടുത്തു. ആ 9 ജീവികളെ അറുത്തിട്ട് അതിന്റെ രക്തം ഇവിടെ ഒഴിച്ചാൽ ഇത് മുളക്കും. അതിൽ ഒരുപാടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആനയുണ്ട്, നായുണ്ട്, പൂച്ചയുണ്ട്, പൂവൻകോഴിയില്ലേ, പൂവൻകോഴി എന്ന് പറഞ്ഞാൽ ചേകല്, ഇങ്ങനത്തെ കുറെ കൊരങ്ങനുണ്ട്, മങ്ക. ഇങ്ങനത്തെ ഒരു 9 ജീവികളെ അറുത്തിട്ട് അതിന്റെ ചോര ഒഴിച്ചാൽ അത് മുളക്കും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങനെ ചെയ്തു അത്രേ. ചുരുക്കത്തിൽ അത് മുളച്ചു. വിഷയം അതല്ല. ഈ മുന്തിരിയിൽ നിന്നാണ് ആദ്യമായിട്ട് കള്ളുണ്ടാക്കുന്നത്. കള്ള് കുടിച്ച ആളിൽ, കള്ള് കുടിച്ച് ലഹരി തലയിൽ കയറിയ ആളിൽ ഈ 9 ജീവികളുടെ സ്വഭാവവും ഉണ്ടാവും. നിങ്ങൾ വേണേൽ പരിശോധിച്ച് നോക്കിക്കോളൂ. ആനയുടെ സ്വഭാവം ഉണ്ടാവും. സംഗതി ഒന്ന് കുടിച്ചിട്ട് 4 കാലിലായിരിക്കും പോകുന്നുണ്ടാകും. എന്നാലും മനസ്സിലുണ്ടാവും ഒരു 40 ആൾ വന്നെങ്കിൽ ഞാൻ ഒറ്റക്ക് മതിയാവും. അവൻ വീണ എണിക്കുകയാണെങ്കിൽ 4 ആൾ കൂടണം. എന്നാലും മനസ്സിലുണ്ടാവും ഒരു 40 ആളെ കിട്ടി ഞാൻ ഒരുത്തം മതിയാവും, 40 ആൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം കുടിച്ചു കഴിഞ്ഞാൽ. ഓവറായിട്ട് വികാരം ഉണ്ടാവും. പൂവൻകോഴിയുടെ ചോര അതിലുണ്ട്, ചേകലിന്റെ ചോര ഉണ്ട്. ഓവറായിട്ട് വികാരം ഉണ്ടാവും. വായിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. നായിന്റെ ചോര ഉണ്ട് അതിൽ. നായിന്റെ നാവ് കണ്ടിട്ടില്ല നിങ്ങൾ? നാവ് നീട്ടി വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും, നൊരയും പതയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇനി അവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയാൽ ആ പെണ്ണിന്റെ ശരീരത്തിൽ തൊടുന്നതോ അവളെ വേണ്ടാവൃത്തികൾ ചെയ്യുന്നതോ 4 ആൾ ഉണ്ടോ ഇല്ലേന്നൊന്നും നോക്കൂല. കിട്ടിയ സ്ഥലത്ത് നോൻ ചെയ്യും. കാരണം പൂച്ചയുടെ ചോര ഉണ്ട് അതിൽ. പൂച്ച അങ്ങനല്ലേ? അങ്ങനല്ലേ? ഇവിടെ പൂച്ചയില്ലേ? അങ്ങനെയാണേ. ഇനി നാളെ രാവിലെ പോയി നോക്കിക്കോളൂ. പൂച്ച അങ്ങനെയാണ്. പൂച്ചക്ക് സ്ഥല പരിസര ബോധമൊന്നും ഉണ്ടാവില്ല. കുടിച്ച ആൾക്കും അങ്ങനെ തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. 9 ജീവികളുടെ സ്വഭാവവും അവനിലുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. അത് ഇബ്ലീസിന്റെ വെള്ളമാണ്. എന്റെ യുവ സഹോദരങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ കാലഘട്ടത്തില് ലഹരി വിരുദ്ധ സംഘടനകളും ലഹരി വിരുദ്ധ ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കണക്കെടുത്ത് നോക്കിക്കോ. 100ൽ 70% മുസ്ലിമായ ഉമ്മാക്കും ബാപ്പാക്കും പറഞ്ഞ മക്കളാണ്. എല്ലാവരും അങ്ങനെയെന്നല്ല, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മുസ്ലിമീങ്ങളാണ്. എന്തേ? ഗൗരവകരമായി ചിന്തിക്കേണ്ടവർ തന്നെ അതിന്റെ ഗൗരവത്തെ നഷ്ടപ്പെടുത്തി അതൊരു സാധാരണഗതിയിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അദാബ് വരാൻ വൈകിന്ന് തന്നെ പറയണം. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും തീർത്തു മുറിച്ച് ഹറാമാക്കിയതിൽപ്പെട്ടതാണത്. ചുരുക്കത്തിൽ ഇബ്ലീസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം കൊടുത്തു, കഴിക്കാൻ ഭക്ഷണവും കൊടുത്തു.
ഇനിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയം എന്താണ്? ഇങ്ങനെ ഇബ്ലീസിന് ഓരോ കാര്യങ്ങളും അള്ളാഹു കൊടുത്തുകൊണ്ടിരുന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. ആദം നബിക്ക് ഭയങ്കര വിഷമായി പോയി, ബേജാറായി പോയി. പടച്ചോനെ, എന്റെ മക്കള് ജീവിക്കുന്ന ഭൂമിയിൽ ഇബ്ലീസിന് ഇത്രക്കും ഓഫർ കിട്ടിയാ പിന്നെ എന്റെ മക്കള് മൊത്തത്തിൽ വഴിതെറ്റി നരകത്തിലേക്ക് പോകുമല്ലോ. ഇബ്ലീസ് അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ആദമിന്റെ ഒരു കുട്ടി ഭൂമിയിൽ ജനിച്ചു വീണാൽ എനിക്ക് 10 കുട്ടികൾ വേണം. ഒരു മനുഷ്യന്റെ കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ ആ സ്പോട്ടിൽ 10 ശൈത്താന്മാർ ജനിച്ചു പോകും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇബ്ലീസ് ഒന്നാണ്, പിന്നെ ഉള്ള അതിന്റെ കൗമ മൊത്തം ആണും പെണ്ണും കുഞ്ഞും കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളെക്കാട്ടി ആയുസ് കൂടുതലാണ്. നമ്മളെ കുട്ടിക്ക് 2 വർഷം വരെ മുല കൊടുക്കും, 20 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കും, 70 വയസ്സോളം ഉണ്ടെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ തട്ടിപ്പോവും, ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലുണ്ടാവും. ഇതാണ് മനുഷ്യന്മാരുടെ ആയുസ്. 40 വർഷം വരെ മുല കുടിക്കും. 100, 120, 140 വർഷത്തിൽ ഏകദേശം കല്യാണം കഴിക്കും. 1000 ചില്ലാനം 2000 വർഷം വരെ ജീവിക്കും. അത്ര ആയുസ്സുണ്ട്. എന്ത് കൃത്യമായിട്ട് പറഞ്ഞെന്നോ? ഞാൻ അവരെ കല്യാണത്തിനൊന്നും കൂടിയിട്ടില്ലപ്പ, കിതാബിലുള്ളതാ. അങ്ങനെയുണ്ട്. 140 വയസ്സ് വരെ 40 വയസ്സ് വരെ മുല കുടിക്കും, 40 വർഷം. 100 ചില്ലാനം വയസ്സിൽ കല്യാണം കഴിക്കും, 1000 ചില്ലറ വർഷം ജീവിക്കും. അപ്പോ ഒരു മനുഷ്യനെ വടക്കാക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന 10 ശൈത്താന്മാരും, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടും അവനവിടെ ബാക്കിയാണ്. അതായത് വഴിതെറ്റിപ്പോകാനുള്ള വഴികൾ ഇവിടെ കൂടുതലുണ്ട്, നന്നാകാനുള്ള വഴി കുറച്ചുള്ളൂ. അത് കണ്ടുപിടിക്കലാണ് മനുഷ്യന്റെ പണി. അപ്പൊ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ഇബ്ലീസിന് കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ എന്റെ കുട്ടികളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് ഹറാമിയത്ത് ചെയ്യിപ്പിക്കും, അവരെ നരകത്തിലേക്ക് എത്തിക്കും. അതിനെന്താ എനിക്കൊരു വഴി? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞു, ആദമേ, നിന്റെ ഒരു സന്താനം ജനിക്കുമ്പോ 10 ശൈത്താന്മാർ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ 10 ശൈത്താന്മാർ വരുമ്പോ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി 2 മലക്കുകളെ ഞാൻ പഠിച്ചു വെക്കുമെന്ന് രാജാതിരാജനായ റബ്ബ് തആല ആദം നബിയോട് പറഞ്ഞു. അത്രേ, ഒന്നും വിഷമിക്കണ്ട, 2 മലക്കുകളെ ഞാൻ പറഞ്ഞയച്ചു തരാം. അപ്പൊ 10 ശൈത്താന്മാർക്ക് 2 മലക്കുകൾ ധാരാളം. അപ്പൊ ഒരു മനുഷ്യന്റെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ 10 ശൈത്താന്മാർ ഒരു ഭാഗത്തും 2 മലക്കുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പൊ 2നും സാധ്യതയുള്ളതാണ് മനുഷ്യൻ. 2 വഴിക്കും സാധ്യതയുള്ളതാണ് മനുഷ്യന്റെ ജീവിതം. അങ്ങനെ ചുരുക്കത്തിൽ ഇബ്ലീസിനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇങ്ങനെ വിട്ടത് മറ്റൊന്നുമല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവന്റെ ഡ്യൂട്ടി തന്നെ ഇതാണ്, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് നരകത്ത് എത്തിക്കുക. ഇബ്ലീസിന് ഭൂമിയിൽ വളരെ വേജാറാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനിനെ കൊല്ലുന്നത് കണ്ടാൽ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ കൊന്നാൽ ഇബ്ലീസിന് അതിയായ സന്തോഷം ഉണ്ടാവും. രണ്ടാമത്തതോ, മുഅ്മിനായി ജീവിച്ച് മുസ്ലിമായ ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ച് മുസ്ലിമായി ജീവിച്ചിട്ട് മരിക്കുന്ന സമയത്ത് ഒരാൾ കാഫിറായിട്ട് മരിച്ചു പോകുന്നത്, ചത്തുപോകുന്നത് കണ്ടാൽ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഇനി അത് രണ്ടുമല്ല, മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചത്, ഒരു മുഅ്മിനിനെ കൊല്ലാനും പോയിട്ടില്ല, എന്നാൽ തന്നെ ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്ന പല കാര്യവും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം കൊണ്ട് ഒരാൾക്ക് ടെൻഷൻ വരിക. എപ്പോ നോക്കിയാലും ദാരിദ്ര്യത്തിന്റെ ടെൻഷൻ. പൈസ ഇല്ലല്ല കയ്യിൽ, സൊറല്ല പാവ, കടത്തിൽ മുങ്ങിയിട്ടില്ലേ, ഒരു തിങ്ങൾക്ക് 5000 കിട്ടുന്നത് ഭർത്തിയായോണ്ടില്ലേ. ഈ ഫഖീറത്തരം മനസ്സിൽ നിലനിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. അള്ളാഹു ഉള്ളത് കൊണ്ട് ഖൈറായ രൂപത്തിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നിനക്ക് ഒരു മാസം 5000 കിട്ടുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിക്കുക, ഒരു മാസം 5 രൂപ പോലും വരുമാനമില്ലാത്തവരുണ്ട്. ഒരു നേരം നിനക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ ഇറച്ചിയോ മീനോ കിട്ടിയിട്ടില്ലെങ്കിൽ ചിന്തിക്കുക, കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്തവരുണ്ട്. ഒരു പെരുന്നാൾക്ക് പുതിയ വസ്ത്രം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കണ്ട.
ജീവിതകാലം വർഷങ്ങളോളമായി കീറിപ്പറഞ്ഞതിട്ട് നടക്കുന്ന പാവപ്പെട്ടവരുണ്ട്. താഴത്തേക്ക് നോക്കിയാൽ മതി, മുകളിലേക്ക് നോക്കിയാലേ ടെൻഷൻ ആവുള്ളൂ. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. അൽഹാകുമുത് തകാസുർ. നടന്നുകൊണ്ട് പോകുന്ന ആള് ആരെ നോക്കും? സൈക്കിളിൽ പോകണ്ടോണം നോക്കൂ. അപ്പോൾ അവൻ്റെ മനസ്സിലാവും, പഠിച്ചോനെ ഒരു സൈക്കിൾ കിട്ടിയെങ്കിൽ മയ്യാന്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഒരു സൈക്കിൾ കൊടുത്താലോ, ആ സൈക്കിളിൽ പോകുമ്പോൾ നടന്നു പോകേണ്ട ആളെ നോക്കാല്ലേ, പിന്നെ അവൻ്റെ കണ്ണിൽ കാണുന്നത് സ്കൂട്ടറിൽ പോകുന്ന ആളായിരിക്കും. പഠിച്ചോനെ ഒരു സ്കൂട്ടർ കിട്ടിയാൽ തിരക്കടില്ല. അവൻ്റെ കരച്ചിലും പുളിയും കേട്ട് അള്ളാഹു ഒരു സ്കൂട്ടർ കൊടുത്താലോ, പിന്നെ ഓൻ നോക്കുന്നത് സൈക്കിളും അല്ല, നടന്നു പോകണ്ടോണോ അല്ല, കാറിൽ പോകുന്നവനായിരിക്കും. ഇതെത്ര വരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ. ആസ തീരില്ല. ഹത്താ സുർത്തുമുൽ മഖാബിർ. മൂക്ക് പോയിട്ട് ഖബർക്ക് കുത്തുന്നവരെ ആസ തീര. മനുഷ്യന്മാരങ്ങനെയാണ്. അപ്പൊ ആ ഒരു സ്വഭാവം ഇബ്ലീസിന് വലിയ ഇഷ്ടാത്രേ. ഫഖീറത്തരം കൊണ്ട് വിഷമിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് കണ്ടാൽ ഇബ്ലീസ് അതിയായി സന്തോഷിക്കുമെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇബ്ലീസ് ഇങ്ങനെ വലിയ ലിസ്റ്റ് വാങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എനിക്ക് കുടുംബസമേതമായി ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ഇപ്പൊ ഒറ്റക്കിരിക്കാനാണ് ഖൽബ് ചോദിച്ചത്. എനിക്ക് കുടുംബസമേതം ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് എൻ്റെ ശൈത്താന്മാർക്ക് കുടുംബസമേതം ഇരിക്കാനുള്ള ഒരു സ്ഥലം വേണം. അതാണ് അള്ളാഹു കൊടുത്തത്. അൽ ഹമ്മാമ, നമ്മുടെ ടോയ്ലറ്റുകള്, ബാത്റൂം ടോയ്ലറ്റുകള്. അങ്ങോട്ട് കയറുമ്പോ എന്താ അള്ളാന്റെ റസൂല് പറയാൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചിന്റെ ഷർറിൽ നിന്നും പെൺപിശാചിന്റെ ഷർറിൽ നിന്നും. അവിടെ ആണുണ്ട് പെണ്ണുണ്ട്, കുടുംബസമേതാണ്. അങ്ങനെ ആലോചിക്കായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ വയസ്സായ ആൾക്കാർക്കൊക്കെ അറിയാം, പണ്ടൊക്കെ വീടുണ്ടാകുമ്പോൾ ടോയ്ലറ്റ് എവിടെയോ ദൂരമൊക്കെ അല്ല ഉണ്ടാകുക. അങ്ങനെയല്ലായിരുന്നു, വീടിനിറങ്ങി കുറച്ച് ദൂരെ പോകണം. ഇപ്പം അങ്ങനല്ല. ഒരു വീട്ടിൽ 4 ആൺകുട്ടികളുണ്ടെങ്കിൽ 4 ആൺകുട്ടികൾക്കും 4 റൂമും, ആ 4 റൂമിൽ ശൈത്താന്മാർക്കും ഒരു റൂമും. നമ്മൾ പുരോഗമിച്ചതാണ്. അല്ല, ഞാനാണെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാതെ ശരിയാവില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. വീട് ഇവിടെ ആണെങ്കിൽ ബാത്റൂം ഇവിടെ ആയിരിക്കും. വിവരം ഉണ്ടായിരുന്നു അന്നത്തെ ആൾക്കാർക്ക്. ഇന്ന് അങ്ങനല്ല. ഒരു വീട്ടിൽ 4 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 4 ആൺകുട്ടികൾക്കും 4 റൂമും വേണം. അതിൽ ശൈത്താന്മാർക്കും ഒരു റൂം അറ്റാച്ച്ഡ് വേണം. മിനൽ ഖുബുസി വൽ ഖബായിസി. അവിടെ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നുമാണ് ഷർറിനെ ചോദിക്കുന്നത്, ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഈ ദിക്ർ ചൊല്ലാതെ ഒരാൾ കയറിയാൽ, എന്നിട്ട് അവന്റെ അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അവന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോ ചെല്ലാനുള്ള ദിക്റും ചെല്ലാതെ ഒരാൾ പുറത്തേക്ക് വന്നാൽ അവന്റെ ഗുഹ്യസ്ഥാനത്തിൽ ഇബ്ലീസ് കയറിയിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അവിടുന്ന് വന്നവന്റെ ഭാര്യയുമായിട്ട് അവൻ കിടപ്പറയിൽ ബന്ധപ്പെടുന്ന സമയത്ത് അവനെക്കാളും കൂടുതൽ സുഖം അനുഭവിക്കുന്നത് ഇബ്ലീസാണത്രേ. അപ്പൊ പിന്നെ ഉണ്ടാകുന്ന കുട്ടി ആരതാ? ഇബ്ലീസിൻ്റെത്. അതെപ്പോഴാ മനസ്സിലാവുക? കുട്ടി കുറച്ച് വലുതായി ഒരു 10-12 വയസ്സാകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകൂലേ? അപ്പൊ വാപ്പ തന്നെത്താണ് പറയും, കള്ള ശൈത്താന്. ശരിയാണ്, അവൻ്റെ അല്ല, ശൈത്താൻ്റെതാണ്. കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ വന്നതിന് ശേഷം തിരിയുള്ളൂ. അപ്പോ ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം ഇരിക്കാനുള്ള സ്ഥലവും കൊടുത്തു. പിന്നെ ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഇവിടെ ഭൂമി ലോകത്ത് മനുഷ്യന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, ഇസ്ലാമിലേക്ക് നയിക്കാൻ ഒരുപാട് പ്രവാചകന്മാര് വരും. അവർക്കൊക്കെ നീ കിതാബുകളും ഏടുകളും കൊടുക്കും. എനിക്ക് മനുഷ്യന്മാരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിതാബ് വേണം, എഴുതാനും വായിക്കാനും പറ്റിയ ഒരു കിതാബ്. ആ കിതാബാണ് അൽ കഹനത്തു, പച്ചകുത്തല്. പച്ചകുത്തൽ എന്ന് പറഞ്ഞ ഇവിടെ മനസ്സിലാവോ? അച്ചുകുത്തല്, ഇങ്ങനെ കയ്യിൽ പേരൊക്കെ എഴുതൂലേ, അത് പിന്നെ മായ്ക്കാൻ പറ്റില്ലല്ലോ. ഇത് ശൈത്താന്റെ കിതാബാണ്. ശൈത്താന് എഴുതാനും വായിക്കാനും വേണ്ടി അള്ളാഹു ഓഫർ ചെയ്ത് കൊടുത്ത കിതാബാണത്. വിവരവും ഇൽമും കുറഞ്ഞ ചില മുസ്ലിം നാടുകളിൽ പോയാൽ മുസ്ലിമീങ്ങളും ചിലപ്പോൾ കയ്യിൽ പച്ച കുത്തിയത് കാണാം. മുസ്ലിം പേരുള്ള ആളുകൾ കുളിയും ശരിയാവില്ല, ഉളുവും ശരിയാവില്ല. അത് ഇബ്ലീസിന്റെ കിതാബാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പിന്നെയും ഇബ്ലീസ് ചോദിച്ചു, റബ്ബേ, കാലങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അംബിയ മുർസലീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾക്ക് 5 വഖത്ത് നിസ്കാരവും അതിനവരെ ഓർമ്മപ്പെടുത്താൻ ഒരു ബാങ്കൊക്കെ ഉണ്ടാവും പള്ളിയില്. അതുകൊണ്ട് എനിക്ക് നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ഒരു ബാങ്ക് വേണം.
ഒന്നും വിട്ടിട്ടില്ല. നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ എനിക്ക് ബാങ്ക് വേണം. അതിന് അള്ളാഹു കൊടുത്ത ബാങ്കാണ് പാട്ട്. പാട്ട് എന്ന് വെച്ചിട്ട് ഇസ്ലാമിയത്തുള്ള പാട്ടുകളെ കുറിച്ചിട്ടല്ല പറയുന്നത്. അതിപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കളിൽപ്പെട്ട ആളുകൾ പാട്ടുകാരുണ്ടായിരുന്നില്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നല്ല പാട്ടുകാരനാണ്. കഅബ് റളിയല്ലാഹു തആല അൻഹു നല്ല പാട്ടുകാരനാണ്. അവരൊക്കെ അള്ളാഹിൻ്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിയത്തല്ലാത്ത, മതബോധം നിലനിൽക്കുന്നതല്ലാത്ത, അള്ളാഹുവിന്റെ ഭക്തിഗാനങ്ങളോ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളോ അല്ലാത്ത പാട്ടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് ശൈത്താന്റെ ബാങ്കാണത്രേ. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്, വാദ്യോപകരണങ്ങൾ കൂടിക്കൂടി വരിക. കല്യാണ വീട്ടില്, മംഗലത്തിന്റെ വീട്ടില് DJ ഇല്ലെങ്കിൽ മങ്ങിലാന്നൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ കാലഘട്ടം വന്നാൽ ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളം. കാരണം ഇത് ഇബ്ലീസിന്റെ ബാങ്കാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടുവോളം ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഇബ്ലീസ് ഭൂമിയിൽ ഇന്ന് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവൃത്തികളാണ്. ഇബ്ലീസ് ഒരാൾക്കും ഭൂമി ലോകത്ത് ഉപകാരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവനും മനുഷ്യന്മാർക്ക് ഉപദ്രവം മാത്രമാണ്. പലർക്കും അത് ചിലപ്പോൾ ഉപകാരമാണെന്ന് തോന്നിയ സന്ദർഭങ്ങൾ വരെയുണ്ട്. സുബഹിക്ക് കിടന്നുറങ്ങുമ്പോ വല്ലാത്തൊരു സുഖമാണ്. കാരണം ഉറങ്ങുന്നവന്റെ തലയിലേക്ക് ഇബ്ലീസ് വന്ന് മന്ത്രിച്ച് കെട്ടുമത്രേ. സാധാരണ ഉസ്താദന്മാര് നൂലെടുത്തിട്ട് ആയത്ത് കുർസി ഓതി ഊതിയിട്ട് കെട്ടുന്നത് പോലെ ഉറങ്ങുന്ന മുഅ്മിനായ മനുഷ്യന്റെ തലയിലേക്ക് ഇബ്ലീസ് ഓതി ഊതിയിട്ട് കെട്ടും. എന്താ ഓതൽ എന്നറിയോ? ഫർഖുദ് അലൈക ലൈലുൻ തവീൽ. ഒരു കെട്ട്. ഫർഖുദ് അലൈക ലൈലുൻ തവീൽ, ഫർഖുദ് അലൈക ലൈലുൻ തവീൽ. 3 പ്രാവശ്യം ഇബ്ലീസ് ഓതിയിട്ട് കെട്ടുകയാണ്. ഈ ഓതിയതിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഫർഖുദ് അലൈക ലൈലുൻ തവീൽ. ഫർഖുദ് എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങിക്കോ, അലൈക ലൈലുൻ തവീൽ, നിനക്ക് ഇനിയും കുറേ സമയം ബാക്കിയുണ്ട് എന്ന്. ആ കെട്ടിന്റെ പവറേ, സുബി ബാങ്ക് കൊടുക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് മെല്ലെ ഒന്ന് ഒരാൾക്ക് എസർത്തായെങ്കിൽ ക്ലോക്ക് നോക്കുമ്പോൾ 5 മിനിറ്റ് ഉണ്ടാവും. മനസ്സെന്താ പറയാ, 5 മിനിറ്റ് ഉണ്ട്. അങ്ങനെ തോന്നാറില്ലേ? അത് മന്ത്രിച്ചതിന്റെ പവറാണ്. സംഗതി ഓൻ അവിടെ എണീറ്റ് പോയിട്ട് ബാത്റൂം പോകുമ്പോൾ 5 മിനിറ്റ് ആവും. ആ കെട്ടിയതിന്റെ പവറാണ്. ആ 5 നമുക്ക് വലിയൊരു 5 തോന്നും. 5 മിനിറ്റ് ഉണ്ടല്ലേ എന്ന്. പിന്നെ ആസനത്തിൽ കയ്യും വെച്ച് വീണ്ടും കിടക്കും സൊന്ന പോലെ. എണീക്കുമ്പോൾ ചിലപ്പോൾ 8-5 ആവും. ഫർഖുദ് അലൈക ലൈലുൻ തവീൽ, മന്ത്രിച്ച് കെട്ടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ എണീറ്റുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ആ ദിക്ർ ചൊല്ലുമ്പോൾ അവന്റെ ഒരു കെട്ടങ്ങ് പോകും അത്രേ, ബാത്തിലായി പോകുന്ന. രണ്ടാമത്തത്, ആ മനുഷ്യൻ പോയിട്ട് വളൂ ചെയ്താൽ 2ാമത്തെ കെട്ടും പോകും. ആ മനുഷ്യൻ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ 3ാമത്തെ കെട്ടും പോകും. ഈ 3 കെട്ടും പോകാതെ ഒരുത്തൻ 8 മണിക്ക് എണീറ്റിട്ടാണ് അങ്ങാടിയിലേക്ക് പോകുന്നത്. ബാണിയുണ്ട് ഉസ്താദെ, കയ്യിൽ കാസ് നിൽക്കില്ല. തകിടെഴുതിയിട്ട് ഒരു കാര്യമില്ലടോ. ഉസ്താരമുട്ട പോയിട്ട് ഉസ്താദെ ബാണി ഉണ്ടു, കയ്യിൽ കാസ് നിൽക്കില്ല. എങ്ങനെ നിൽക്കൂ? ഡെയിലി കെട്ടിയിട്ട് ഒരു കോട്ടി കെട്ടിക്കൂ ചിലപ്പോൾ തലയിൽ. എണീക്കുന്നത് തന്നെ 8 മണിക്കാണ്. ഇബ്ലീസിന്റെ കെട്ട് മുഴുവനും തലയിൽ വെച്ചോണ്ടാണ് അങ്ങാടിക്ക് പോകുന്നത്. അത് മുഴുവനും, ആ മുസീബത്ത് മുഴുവനും തലയിൽ ചുമന്നോണ്ടാണ് പണിക്ക് പോകുന്നത്. ആ പോകുന്ന സ്ഥലത്ത് മൊത്തം പ്രശ്നമാണ്. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹി നിസ്കാരത്തിന്റെ കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന സമയം അതാണ്. ആ സുഖത്തിനെയൊക്കെ വെട്ടിമുറിച്ചിട്ട് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ അതൊരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെ പറ്റുകയുള്ളൂ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിപ്പോയി, ജമാഅത്തിനെത്തിയിട്ടില്ല. ഇബ്ലീസ് സാധാരണ അങ്ങനെ കിടത്തി ഉറക്കലാണ്. പക്ഷെ ഇബ്ലീസ് വന്ന് അന്ന് ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമർ, പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നില്ലേ? ഉമർ തങ്ങൾ കണ്ണു തുറന്ന് ചോദിച്ചു, മന്നന്ത, ആരാ നീ? പറഞ്ഞു, അന ഇബ്ലീസ്. നീ എപ്പോ ചങ്ങായി നല്ലായത്? സാധാരണ നിന്റെ പണി ഇങ്ങനെ അല്ലല്ലോ, കിടത്തി ഉറക്കലല്ലേ. നീ എന്തുകൊണ്ട് എന്നെ വിളിച്ച് നിസ്കരിക്കാൻ പറഞ്ഞയച്ചു? ഇത് നേരെ ഉൾട്ടാ.
അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അല്ല ഉമർ തങ്ങളെ, ഇതിന് മുമ്പൊരു ദിവസം ഞാൻ നിങ്ങളെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു, അന്ന് നിങ്ങൾ സുബഹി നിസ്കാരം ഖളായി, നനപ്പുണ്ടാ? ഉമർ തങ്ങൾ പറഞ്ഞു, ആ ഓർമ്മയുണ്ട്. അന്ന് സുബഹി നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ട ടെൻഷനിൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ആ ബേജാറിൽ പിന്നെ കുറെ 1000 റക്അത്തൊക്കെ നിസ്കരിച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അങ്ങനെ 1000 നിസ്കരിക്കണം, പോയിട്ട് 2 നിസ്കരിച്ചിട്ട് വരീ. അവനെ സംബന്ധിച്ചിടത്തോളം സുജൂദ് ചെയ്യുന്നത് വലിയ പ്രയാസാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യന്മാരെ മുന്നിലേക്ക് ഇബ്ലീസ് വന്നിരുന്നു, ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്വഹാബാക്കളുടെ കാലത്തും വന്നിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്, സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 1ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോവുകയാണ്. ആ സമയത്ത് ഇബ്ലീസ് ഒരു മനുഷ്യന്റെ കോലത്തിൽ മുന്നിലേക്ക് വന്നു, ഒരു വയസ്സായ വൃദ്ധന്റെ കോലത്തിൽ മുന്നിലേക്ക് വന്നു. എന്തിനാ? ഈ നിസ്കാരം ഒന്ന് പേപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിക്ക് പോവാണ്. ആ വഴിയിൽ വന്ന് നിന്നിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, അല്ല അബൂബക്കർ തങ്ങളെ, പള്ളി പോവാണല്ലേ, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, ഡൗട്ട് തീർത്തിട്ട് പോയിക്കോളീൻ. എന്താ ഡൗട്ട്? ഒരലും ഒലക്കയും തമ്മിൽ കുത്തിയാൽ ഒരലെന്നാണോ സൗണ്ട് വരുന്നത്, ഒലക്കയിന്നാണോ? നിങ്ങൾക്ക് ഒരലും ഒലക്കയും മനസ്സിലാവും? ഇവിടെ എന്താ പറയാ, പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ ഈ അരിയൊക്കെ കുത്തുന്ന ഒരു സാധനം, മരത്തിന്റെ, അതിന്റെ ഉള്ളിലൊരു തുളഹ, പിന്നെ ഒരു മരമൊക്കെ പിടിച്ചിട്ട്, മനസ്സിലായോ? മലയാളത്തിൽ ഒലക്കയും ഒരലെന്ന് പറയും. നിലക്കുതി എന്നാ പറയാ, ആ സാധനം. അപ്പൊ ഇബ്ലീസ് ചോദിക്കുന്നത്, ഈ കുത്തുമ്പോ ഈ ഒലക്കയിൽ നിന്നാണോ സൗണ്ട് വരുന്നത്, അത് ഒരലിൽ നിന്നാണോ? വല്ലാത്ത സംശയമല്ലേ? അവന്റെ ഉദ്ദേശം എന്താണെന്നറിയാം, ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഇയാൾ നിസ്കാരം എങ്ങനെയെങ്കിലും പോകണം. അബൂബക്കർ തങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇത് ഇബ്ലീസാണ്. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എന്റെ പിന്നാലെ വേറെ ആൾ വരുന്നുണ്ട്, അതിന് പറ്റിയ ആൾ, അയാളോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു. പിന്നാലെ വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ, വീരശൂര പരാക്രമിയാണ്. ഇബ്ലീസിന് തന്നെ നല്ല പേടിയുണ്ട്. ഏതായാലും ഉമർ തങ്ങൾ വന്നെത്തിയപ്പോഴും, അസ്സലാമു അലൈക്കും, യാ ഉമർ, പള്ളി പോവാണല്ലേ, നേരം വെകണ്ട, എനിക്കൊരു സംശയമുണ്ട്, തീർത്തിട്ട് പോയിക്കോ. ഒരലും ഒലക്കയും കുത്തിയ ഒലക്കയിന്നാണോ സൗണ്ട് വരുന്നത്, ഒരലെന്നാണോ? ഉമർ തങ്ങൾക്കും മനസ്സിലായി ഇത് ഇബ്ലീസാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ പിന്നാലെ അതിന് പറ്റിയ ആള് വരുന്നുണ്ട്, അയാളോട് ചോദിച്ചു നോക്കിക്കോ. പിന്നിൽ വന്നതാരാ? അള്ളാഹുവിന്റെ ദീനിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ധീരശൂര പരാക്രമി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വറക്കത്ത് നണീറ്റ് നല്ല മസലൊക്കെ വിരിച്ചിങ്ങനെ വരികയാണ്. ഭൂമിക്കൊരു കൊളുത്തുണ്ടെങ്കിൽ ഞാൻ അത് പിടിച്ച് ഭൂമിയെ പൊക്കിയേനെ എന്ന് പറഞ്ഞ ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരികയാണ്. ഇബ്ലീസ് അയാളുടെ അടുത്തേക്കും പോയിട്ട് അയാളെ നിസ്കാരമെങ്കിലും പാസാതാക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ചോദിച്ചു അത്രേ, അല്ല അലി തങ്ങളെ, എനിക്കൊരു സംശയമുണ്ട്, എന്തേ? ഒരലും ഒലക്കയും തമ്മിൽ കുത്തിയാ ഒരലെന്നാണോ സൗണ്ട് വരുന്നത്, ഒലക്കയിന്നാണോന്ന്? അലിയാരെ തങ്ങൾക്ക് ആളെ മനസ്സിലായി. കയ്യിന്റെ 5 വിരലും തുറന്നിങ്ങനെ നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് ആ ചോദിച്ച ആളെ ചെവിയും കണ്ണും മൂക്കും കൂടിയ സ്ഥലം നോക്കി ഒരൊറ്റ ഒന്നും കൊടുത്തിട്ട് ചോദിച്ചു, ഇപ്പൊ കയ്യെന്നാണോ സൗണ്ട് വന്നതല്ല അവിടെ നിന്നാണോന്ന്? ആളെ കാണാനില്ല. പിന്നെ മനുഷ്യന്മാരെ മുന്നിൽ വന്നിട്ടില്ല. അത്ര വരെ മനുഷ്യന്മാരെ മുന്നിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു, വഴിപിടിപ്പിക്കാൻ നോക്കിയിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കാലത്തും ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു, ആളുകളെ വഴിപിടിപ്പിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ പറയുന്നത് ഇബ്ലീസ് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഒരു ഭാര്യയും ഭർത്താവും കലഹിക്കുന്ന സ്ഥലത്ത് ഇബ്ലീസ് വരുമത്രേ. കള്ളു കുടിച്ച ആളെ ശരീരത്തിൽ ഇബ്ലീസ് ഉണ്ടാകുമത്രേ. ദേഷ്യപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വന്നാൽ അവന്റെ ശരീരത്തിൽ ഇബ്ലീസ് ഉണ്ടാകുമെന്നാണ്. കള്ളുകുടിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ ഇബ്ലീസ് കയറിയിട്ടാണ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ദേഷ്യം വന്നു, പരസ്പരം തെറിവിളിയാണ്. ചെറിയ കുട്ടികളുണ്ട് വീട്ടില്, അവര് കേൾക്കുന്നുണ്ട്. വളർന്നു വരുന്ന, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, സാധാരണ കുടുംബജീവിതത്തിൽ പറയലുള്ള ഒരു വിഷയമാണ്. വളർന്നു വരുന്ന തലമുറ വഴിതെറ്റി പോകുന്ന 1ാമത്തെ കാരണമാണത്. ഭാര്യയും ഭർത്താവും കൂടി കലഹിച്ച് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചാൽ കുട്ടികളുടെ മനസ്സ് വേറും പാത്രമാ, നല്ലതും ചീത്തയും അതിൽ സ്വീകാര്യമാ. ചെറിയ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണ്. നിങ്ങൾ അതിലേക്ക് എന്താണോ ഇട്ടുകൊടുക്കുന്നത് അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ അതിലേക്ക് നല്ലതിട്ട് കൊടുത്താൽ നല്ലതുണ്ടാകും, ചീത്ത ഇട്ട് കൊടുത്താൽ ചീത്ത ഉണ്ടാവും.
ഉമ്മയും വാപ്പയും കൂടി ദേഷ്യം വന്ന വാപ്പ ഉമ്മാനെ പന്നീന്ന് വിളിച്ചു, ഉമ്മ വാപ്പാനെ നായിന്നും വിളിച്ചു. കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, ഉമ്മാനെ വിളിക്കണ പേരാണ് പന്നി, വാപ്പാനെ വിളിക്കണ പേരാണ് നായിന്ന്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം കുട്ടി മനസ്സിലാക്കും, ദേഷ്യം എന്നാ പറയുന്ന പേരാണ് നായും പന്നിന്ന്. കുട്ടിക്ക് ഇതിന്റെ ഗൗരവമൊന്നും അറിയില്ല. ഇബ്ലീസിന് ആവശ്യം എന്താണ്? ഒരാൾ മുഖാന്തരം ഒരു തലമുറ മൊത്തം നശിപ്പിക്കാൻ പറ്റുമോ നോക്കാം. വാപ്പാനെ ഉമ്മാനെ ദേഷ്യം പഠിച്ചിട്ട് കുട്ടികളെയും കൂടി ഒന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കാം. കുട്ടി ഇതിങ്ങനെ കേട്ട് പഠിക്കാൻ, പിന്നെ അത് തിരുത്താൻ വലിയ പാടാ. അത് പിന്നെ മദ്രസയിൽ പോയാലും ഉണ്ടാവും, സ്കൂളിൽ പോയാലും ഉണ്ടാവും. പണ്ടൊക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് അറിയില്ല. അതായത് ട്രാക്കൊക്കെ ഉണ്ട്, അങ്ങനെ ചാവി തിരിച്ചു വെച്ച് ഇങ്ങനെ ഓടും. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കളിക്കുകയാണ് ട്രെയിൻ ഇങ്ങനെ ഓടുക. അപ്പൊ ഈ കുട്ടീൻ്റെ വീട്ടിലുള്ള അവസ്ഥ എന്താ പറയുക, ഉമ്മയും വാപ്പ എപ്പോൾ നോക്കിയാലും കച്ചറയാണ്. ഉമ്മ വാപ്പാനെ നായിന്ന് വിളിക്കും, വാപ്പ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നായും പന്നീന്നൊക്കെ വിളിച്ച് അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഈ കുട്ടിക്ക് ഇത് കേട്ട് നല്ല ശീലമുണ്ട്. അപ്പോൾ കുട്ടി ട്രെയിൻ കൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ ഇത് വലിയൊരു സംഭവമാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് നിന്നും ബോംബെ വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി മനസ്സിൽ ഇമേജ് ആക്കുക, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു, ട്രെയിൻ വരുന്നത് കണ്ടില്ലേ, മാറി നിൽക്കട നായ എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ അടുത്തിരിക്കുന്നുണ്ട്, സംഗതി വാപ്പാന്റെ വായിന്ന് കേട്ട് പഠിച്ചതാണ്. വാപ്പ പറഞ്ഞ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കുട്ടി പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരുന്നുണ്ടോ, പ്ലാറ്റ്ഫോം ഒന്ന് മാറി നിൽക്കട പന്നി എന്ന് പറഞ്ഞു. അപ്പം വാപ്പക്ക് ദേഷ്യം വന്നു, വാപ്പ ചൂടായി. സംഗതി വാപ്പാന്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്, അത് വാപ്പ മറന്നുപോയി. അവസാനം മൂന്നാമത്തതും എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോ വാപ്പ എന്ത് ചെയ്തു, ട്രെയിൻ എടുത്ത് ഒരൊറ്റ എറിയൽ, ട്രെയിൻ പൊട്ടി 4 പൂളായി. കുട്ടി ഇരുന്ന് കരയാനും തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കുട്ടീനെ വിളിച്ച് വാപ്പ പറഞ്ഞു, ഇനി മേലാൽ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ ഞാൻ നിനക്ക് വണ്ടി തരൂല. കുട്ടി പറഞ്ഞു, ഇല്ല ഇനി അങ്ങനത്തെ വാക്കൊന്നും ഉപയോഗിക്കൂല. അപ്പോൾ വാപ്പ എന്ത് ചെയ്തു, ആ ട്രെയിൻ എടുത്തിട്ട് ശരിയാക്കിയിട്ട് വെച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടി ട്രെയിൻ സ്റ്റാർട്ടാക്കിയിട്ട് ട്രെയിൻ ഓടാൻ തുടങ്ങുമ്പോൾ മെല്ലെ MC ആക്കാൻ തുടങ്ങി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ബോംബെ വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ് ഒരു ഭാഷയില്ലാത്ത തന്ത കാരണം 1/2 മണിക്കൂർ ലേറ്റാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. ഇതെവിടുന്നേ കിട്ടിയത്? വാപ്പയമ്മ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇബ്ലീസിന് എന്താ ആവശ്യം? ഇതന്നെയാണ്. അവരെ രണ്ടാളെയും എന്തെങ്കിലും പറയിപ്പിച്ച് തലമുറ മൊത്തം 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളൊന്നും അങ്ങനെ ആക്കി കിട്ടുക. അങ്ങനെ ഒരാൾക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഇബ്ലീസ് ഉണ്ടാകുമെന്നാണ്. അവൻ പറയുന്ന വാക്കുകളൊന്നും അവന്റെ സ്വയം ബുദ്ധിയാലല്ല പറയുന്നത്, അവൻ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അവന്റെ സ്വയം ബുദ്ധിയാലല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ചെറിയൊരു ചരിത്രത്തിലേക്ക് കടന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് ഓരോ കാര്യങ്ങളും ചോദിച്ച് അവസാനമായിട്ട് ചോദിച്ചു അത്രേ, മനുഷ്യന്മാരെ നരകത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് നല്ലൊരു വഴി പറഞ്ഞു തരണം, മനുഷ്യന്മാരെ പിടിക്കാൻ പറ്റിയ ഒരു വല വേണം. അത് മറ്റൊന്നുമല്ല, അന്നിസാ, സ്ത്രീകളെയാണ് അല്ലാഹു പറഞ്ഞു കൊടുത്തത്. സ്ത്രീകളാണ് മനുഷ്യന്മാരെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയാത്ര ഇബ്ലീസിന്. ആരെ? ആണുങ്ങളെ മാത്രമല്ല, പെണ്ണുങ്ങളെയും നരകത്തിലേക്ക് എത്തിക്കാനുള്ള വഴി പെണ്ണാണ്. ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ നല്ല ഞാൻ പറഞ്ഞത്, കാരണം എനിക്ക് തിരിച്ചു പോകണമല്ലോ മിത്തബിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹോദരിമാരെയൊക്കെ സ്വാലിഹത്തായ പെണ്ണുങ്ങളാക്കട്ടെ. ചുരുക്കത്തിൽ ഇബ്ലീസിന് അല്ലാഹു കൊടുത്ത വല അതാണ്. ഞാനൊരു ചരിത്രം മാത്രം പറഞ്ഞു നിർത്താം. ഒരു കാലത്ത് ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അത്രേ. ഇബാദത്തുകൾ മാത്രം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു തെറ്റുകുറ്റവും ചെയ്തിട്ടില്ല, ഒരു കറാഹത്തുകൾ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഇബാദത്തുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എവിടെയാണ്? നാട്ടിലെല്ല, ആൾക്കാരെ ഇടയിലെല്ലാരും കാണാൻ വേണ്ടിയിട്ടല്ല, മലമുകളിൽ കയറി ചെറിയൊരു വീടുണ്ടാക്കി ആ വീടിന്റെ അകത്ത് വെറും ഇബാദത്ത് മാത്രം ചെയ്യുന്നൊരു മനുഷ്യനെ കണ്ടപ്പോ ഇബ്ലീസിന് സഹിക്കാൻ പറ്റിയില്ല. ഇബ്ലീസ് ഉടൻ തന്നെ മീറ്റിംഗ് വിളിച്ചു. ഇബ്ലീസിന്റെ മക്കളെയൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മലയിന്റെ മുകളിൽ കയറി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവനെ കാഫിറാക്കണം. ശ്രദ്ധിക്കണം, അവന്റെ ഇബാദത്ത് നിർത്തണമെന്നല്ല ഇബ്ലീസ് പറഞ്ഞത്, അവന്റെ ഇബാദത്ത് ബാത്തിലാക്കണം എന്നല്ല പറഞ്ഞത്, ആ മനുഷ്യനെ കാഫിറാക്കണം. ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ പറ്റിയ ആരാ ഉള്ളത്?
ശൈത്താന്മാരുടെ കൂട്ടത്തിൽ പല നിലക്കുള്ള ആളുകളുണ്ട്. ശൈത്താന്മാർക്ക് പല പേരുള്ളതുപോലെ അഹ്മറെന്നും അബിയലെന്നും മുദ്ഹിബെന്നും ഒക്കെ പറയുന്നത് പോലെ ആ ഓരോ പേരിനും ഓരോ ശക്തിയുള്ള ശൈത്താന്മാരാണ്. ആ കൂട്ടത്തിൽ അബിയല് എന്ന് പറയുന്ന ശൈത്താന്റെ വിഭാഗം ഭയങ്കര ശക്തിയുള്ളതാണ്. അവര് ഔലിയാക്കന്മാരവരെ വഴിപിഴപ്പിക്കുന്ന ആളുകളാണ് അബിയല്. അബിയൽ എന്ന് പറയുന്ന വർഗം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്തൊന്നും വരൂല, അവർക്കൊന്നും നമ്മളെ വേണ്ട. അവര് വഴിപേപ്പിക്കുന്നത് വലിയ വലിയ ഔലിയാക്കന്മാരെയും ആരിഫീങ്ങളെയും വഴിപേപ്പിക്കാൻ പോകുന്നവരാണ്. അങ്ങനെ അബിയലിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ശൈത്താനെ എണീറ്റ് നിന്നിട്ട് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തു. ബർസീസെ കാഫിറാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശ്രദ്ധിക്കണം, ഇബാദത്ത് നിർത്തലല്ല, കാഫിറാക്കലാണ്. അങ്ങനെ അതാ ബർസീസ് ഇബാദത്ത് ചെയ്യുന്ന ആ കുന്നിന്റെ മുകളിലേക്ക്, മലമുകളിലേക്ക് ഇബ്ലീസ് അതാ പോവുകയാണ്. ഇബ്ലീസ് പോകുന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ്, ഒരു പുരോഹിതന്റെ രൂപത്തിലാണ് ഇബ്ലീസ് പോകുന്നത്. തലന്റെ നടുവിലൊന്നും മുടിയില്ല. അന്നത്തെ പുരോഹിതന്മാർ അങ്ങനെ തലന്റെ നടുവിലും മുടി ഉണ്ടാവൂല, സൈഡിൽ മുടി ഉണ്ടാവും. ഇപ്പൊ നേരെ തിരിച്ചാണ്, സൈഡിൽ മുടി ഉണ്ടാവൂല, നടുവിലുണ്ടാവും. ഇപ്പത്തെ ഒരു ഫാഷൻ, അതിനെന്തൊരു പേരും ഉണ്ടല്ലോ, അപ്പാച്ചി എന്ന് ചപ്പാത്തി എന്ന് എന്തൊരു പേരുണ്ട്. അപ്പൊ അന്നത്തെ ഒരു പുരോഹിതന്മാരെ വേഷം അങ്ങനെയാണ്, നടുവിലും മുടി ഉണ്ടാവൂല, സൈഡിലും മുടി ഉണ്ടാവും. അങ്ങനെ ഒരു പുരോഹിതന്റെ വേഷത്തിൽ ഇബ്ലീസ് പോവുകയാണ്. അബിയൽ പോയിക്കൊണ്ടത് ബർസീസ് ഇബാദത്ത് ചെയ്യുന്ന ആ റൂമിന്റെ വാതിൽക്കലെത്തി. അന്നത്തെ ഇബാദത്ത് എങ്ങനെയാണ്? 7 ദിവസം മുഴുവനും നീണ്ട നോമ്പാണ്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കുള്ളൂ. നിസ്കാരത്തിലേക്ക് കൈകെട്ടിയ ഒരാഴ്ച കഴിഞ്ഞിട്ടേ സലാം വീട്ടുള്ളൂ. അന്നത്തെ നിസ്കാരം അങ്ങനെയാണ്. അങ്ങനെ അബിയൽ പോയിട്ട് ബർസീസ് നിസ്കരിക്കുന്ന ആ റൂമിന്റെ വാതിൽക്കൽ നിന്ന് വാതിൽ മുട്ടി. ദിവസങ്ങളോളം കഴിഞ്ഞാണ് വാതിൽ തുറക്കുന്നത്. ബർസീസ വാതിൽ തുറന്നിട്ട് ചോദിച്ചു, ആരാണ്? ഈ വന്ന അബിയൽ മനുഷ്യന്റെ കോലത്തിലുള്ള അബിയൽ പറഞ്ഞു, അല്ലയോ ബർസീസ, നിങ്ങൾ വലിയ ഇബാദത്തൊക്കെ ചെയ്യുന്ന മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ശിഷ്യനായിട്ട് സ്വീകരിക്കണം. ഒരാളെ കാഫിറാക്കാനുള്ള അടവാണ്, എന്നെ നിങ്ങൾ ശിഷ്യനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ബർസീസ പറഞ്ഞു, അത്രേ, നിന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കാനൊന്നും എനിക്ക് സമയമില്ല, കാര്യം ഞാൻ ഇബാദത്തിലാണ്. നിനക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ കൂടെ കൂടി ഇബാദത്ത് ചെയ്തോ, അതിനു വേണ്ട സൗകര്യം ഞാൻ ചെയ്തു തരാമല്ലാതെ നിന്നെ എനിക്ക് ശിഷ്യത്വം സ്വീകരിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. അത് കേട്ടപ്പോ അബിയൽ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയത്രേ. ഒരു വശത്ത് ബഹുമാനപ്പെട്ട ബർസീസ എന്ന് പറയുന്ന മനുഷ്യന് നിസ്കരിക്കുകയാണ്. മറ്റൊരു വശത്തേക്ക് കയറി നിന്ന് അബിയലും നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി. അബിയൽ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞിട്ടോ ബർസീസ ഒരാഴ്ച കഴിഞ്ഞിട്ട് സലാം വീട്ടി നോക്കിയപ്പോ ഈ കൈ കെട്ടിയ അബിയൽ സലാം വീട്ടിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ് ബർസീസ നോമ്പ് തുറന്ന് നോക്കിയപ്പോ അബിയൽ നോമ്പ് തുറന്നിട്ടില്ല. 40 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ സലാം വീട്ടുന്നത്. 40 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ നോമ്പ് തുറക്കുന്നത്. ഇത് കണ്ടപ്പോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ബർസീസ ഓടിപ്പോയി ഈ അബിയലിനെ നോക്കുകയാണ്. ഇദ്ദേഹം എന്നെക്കാളും വലിയൊരു മഹാനാണെന്നുള്ള ചിന്തയിൽ അബിയലിനും അത് തന്നെയാണ് വേണ്ടത്. സലാം വീട്ടി കഴിഞ്ഞപ്പോ അബിയൽ ബർസീസയോട് പറഞ്ഞു, നിന്റെ കൂടെ ഇബാദത്ത് എടുക്കാൻ ഞാനില്ല. ഞാൻ വിചാരിച്ചത് നീ എന്നെക്കാളും വലിയ ഇബാദത്ത് എടുക്കുന്ന ആളാണ്, നിനക്ക് എന്റെ അത്ര ഇബാദത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അബിയൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ബർസീസ പോയിട്ട് അബിയലിനെ കാലിൽ പിടിച്ചു, അല്ലയോ നിങ്ങൾ പോകരുതേ, എന്നെക്കാളും വലിയ ഇബാദത്തുള്ള ആളാണ് നിങ്ങള്, അതുകൊണ്ട് നിങ്ങളെ കൂടെ എനിക്ക് നിൽക്കണം. അബിയൽ പറഞ്ഞു, ഞാൻ നിൽക്കുന്നില്ല. ബർസീസ വല്ലാതെ നിർബന്ധിച്ച സമയത്ത് അബിയൽ പറഞ്ഞു, എന്നാൽ ഞാൻ നിൽക്കുന്നില്ല, പകരം നിനക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ട് പോയിക്കോളാം. എന്താണ് കാര്യമെന്നറിയോ? ബർസീസക്ക് അബിയൽ പഠിപ്പിച്ചു കൊടുത്തത് ഇസ്മുൽ ആലമാണ്. ഇസ്മുൽ ആലം പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഇസ്മുൽ ആലം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഭൂമി ലോകത്ത് നേടാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഏത് മാറാവ്യാധി രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇസ്മുൽ ആലം ചെന്ന് ഓതിക്കഴിഞ്ഞാൽ അത് ശിഫയാവും. ഏത് വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഇസ്മുൽ ആലം ചെന്ന് ദുആ ചെയ്താൽ പ്രയാസങ്ങൾ തീരും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അബിയൽ അങ്ങ് ഇറങ്ങിപ്പോയി. ഒരു മനുഷ്യനെ കാഫിറാക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് ഞാൻ പറയുന്നത്. ഇസ്മുൽ ആലം കൊടുത്തിട്ടാണ് ഒരു മനുഷ്യനെ കാഫിറാക്കുന്നത്. ഇബ്ലീസിന്റെ ബുദ്ധി നോക്കണം.
അബിയൽ ഇറങ്ങിപ്പോയിട്ട് എന്താ ചെയ്തതെന്നറിയോ? നാട്ടിലേക്ക് മനുഷ്യന്മാരെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഓരോ ആളുകൾക്ക് ഓരോ രോഗമുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് രോഗമുണ്ടായി കഴിയുമ്പോ ഈ അബിയൽ തന്നെ മനുഷ്യന്റെ കോലത്തിൽ പോയിട്ട് അവരോട് പറയും, ഈ രോഗം ശിഫയാവണമെങ്കിൽ മലമുകളിൽ ബർസീസ എന്ന ഒരു മനുഷ്യനുണ്ട്, അയാളടുത്ത് പോയാലേ ശിഫയാവുകയുള്ളൂ. ആളുകൾ മുകളിലേക്ക് കയറി പോകുന്നു, ബർസീസ ഇസ്മുൽ ആലം ചെന്ന് മന്ത്രിക്കുന്നു, അവരുടെ രോഗം അങ്ങ് ശിഫയാകുന്നു. അങ്ങനെ കാലക്രമേണ ആളുകൾ ആ മലമുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ ഈ ഇസ്മുൽ ആലം ചെന്ന് മന്ത്രിക്കല് പതിവായപ്പോ ബർസീസയുടെ ഇബാദത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കുറയാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞ് കുറെ ദിവസങ്ങൾക്ക് ശേഷം അബിയൽ എന്ത് ചെയ്തെന്നറിയോ? നാട്ടിലുള്ള രാജാവിന്റെ മോള് രാജകുമാരിയുടെ ശരീരത്തിലേക്ക് കയറി അവൾക്ക് ഭ്രാന്തുണ്ടാക്കി. രാജകുമാരിക്ക് ഭ്രാന്താവാൻ തുടങ്ങിയപ്പോ അതാ ആളുകൾ വന്ന് ചികിത്സിക്കുകയാണ്. നാട്ടിലുള്ള വലിയ വലിയ വൈദികന്മാരൊക്കെ വന്ന് ചികിത്സിക്കുകയാണ്. രാജകുമാരിയുടെ രോഗം തീരുന്നില്ല. ആ സമയത്ത് ബർസീസ മനുഷ്യന്റെ കോലത്തിൽ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജന്, രാജകുമാരിയുടെ രോഗം തീരണമെങ്കിൽ മലമുകളിൽ ബർസീസ എന്ന ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ മോളുടെ രോഗം ശിഫയാവുകയുള്ളൂ. അങ്ങനെ രാജകുമാരിയെയും കൊണ്ട് മലമുകളിലേക്ക് കയറുകയാണ്. ബർസീസ ഇസ്മുൽ ആലം ചൊന്നു മന്ത്രിക്കലോടുകൂടെ ശിഫ ആയി. അല്പം കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. ഇത് ഓതുമ്പോ മാത്രം ശിഫ ആവുന്നു, അല്ലാത്ത സമയത്ത് തുടങ്ങുന്നു. അങ്ങനെ ആ രാജകുമാരിയെ കൊണ്ടുവന്ന രാജാവിന്റെ ഭടന്മാരും സഹപാഠികളും എന്ത് ചെയ്തെന്നറിയോ? ബർസീസ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ബർസീസയോട് ചോദിച്ചു, അല്ലയോ മഹാൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന റൂമിൽ എവിടെയെങ്കിലും ഈ രാജകുമാരിയെ ഒന്നിരുത്തട്ടെയോ? വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. ഇവിടെ ആകുമ്പോ നിങ്ങൾ ചികിത്സിച്ച് സുഖമാവുമ്പോ അങ്ങ് പറഞ്ഞേച്ചാ മതി. ബർസീസ പറഞ്ഞു, ഇല്ല, ഇത് ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റൂമാണ്, ഇവിടെ സ്ത്രീകളെ കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ രാജാവത ബർസീസ ഇബാദത്ത് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ടെന്റ് ഉണ്ടാക്കി അതിലേക്ക് രാജകുമാരിയെ ഇരുത്തിയിട്ട് രാജാവും പരിവാരങ്ങളും പോയി. ഇബ്ലീസിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. ബർസീസ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടലോടുകൂടെ ആ ഭാഗത്ത് രാജകുമാരിക്ക് ഭ്രാന്തളകാൻ തുടങ്ങി. അപ്പൊ ബർസീസ നിസ്കാരം വിട്ട് അങ്ങോട്ടോടി രാജകുമാരിയെ മന്ത്രിക്കാൻ നിൽക്കുകയാണ്. പിന്നെയും വന്ന് നിസ്കരിക്കാൻ നിൽക്കും, പിന്നെയും അവിടെ ഭ്രാന്തളകും. ചുരുക്കത്തിൽ ഇബാദത്തിലെ ശ്രദ്ധ പോയി, മുഴുവനും അങ്ങോട്ടായി. അവസാനം കുറെ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോയോ ഒരു ദിവസം ബർസീസ അങ്ങ് കയറിപ്പോകുന്ന സമയത്ത് ഭ്രാന്തളകിക്കൊണ്ട് രാജകുമാരിയുടെ ശരീരത്തിലെ വസ്ത്രം അങ്ങ് നീങ്ങിപ്പോവുകയാണ്. ഔറത്ത് വെളിവായി കിടക്കുന്നത് കണ്ടപ്പോ കുറച്ചൊക്കെ അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യനായതുകൊണ്ട് ആ വസ്ത്രം അങ്ങ് ശരിയാക്കിയിട്ട് തിരിച്ചുപോയി. പക്ഷെ ദിവസങ്ങളോളം ഇത് ആവർത്തിച്ചപ്പോ ഇബ്ലീസ് മനസ്സിലേക്ക് വികാരങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഒരു സന്ദർഭത്തിൽ ഇത്രയ്ക്കും വലിയ ഇബാദത്ത് ചെയ്യുന്ന ബർസീസ എന്ന് പറയുന്ന മനുഷ്യര് ആ രാജകുമാരി അങ്ങ് വ്യഭിചരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടോ ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരി ഗർഭിണിയായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ വേറെ നിവൃത്തിയില്ല. ആകപ്പാട് പേടിച്ചു പോവുകയാണ്. ഈ പെണ്ണ് പ്രഗ്നന്റ് ആണെന്നറിഞ്ഞാൽ രാജാവ് എന്നെ കൊല്ലും, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ആ അബിയൽ വന്നുകൊണ്ട് ബർസീസയുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുകയാണല്ലയോ മനുഷ്യ, ഇവൾ ഗർഭിണിയാണെന്ന് പുറത്തറിഞ്ഞാൽ നിന്റെ തല പോകുന്ന കേസാണ്. അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ പെണ്ണിനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. ഇബ്ലീസിന്റെ ആ പരിവർത്തനത്തിൽ കുടുങ്ങിപ്പോയ ബർസീസ ആ രാജകുമാരിയെ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട് ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഈ ശവശരീരം എന്താ ചെയ്യുക? അദ്ദേഹം തന്നെ ഇബാദത്ത് എടുക്കുന്ന ആ ടെന്റിന്റെ പുറത്തിലേക്ക് വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഈ ഡെഡ് ബോഡി വെച്ചിട്ട് അങ്ങ് മണ്ണ് മൂടുമ്പോ അബിയൽ ചെയ്ത പണി എന്താണെന്നറിയോ നിങ്ങള്? ആ രാജകുമാരിയുടെ വസ്ത്രത്തിന്റെ ഒരു തുമ്പുമെല്ലെ ശൈത്താന് പിടിച്ചിരിക്കുകയാണ്. ബർസീസ മണ്ണിടുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഡ്രസ്സിന്റെ തുമ്പ് മുകളിലേക്ക് കൊണ്ടുവന്നു.
ബർസീസ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആ ഡ്രസ്സിന്റെ ഒരു തുമ്പ് മണ്ണിന്റെ പുറത്ത് നിൽക്കുകയാണ്. ബർസീസ കണ്ടിട്ടില്ല. അദ്ദേഹം പോയി ഇബാദത്തിലേക്ക് കയറിയപ്പോ ഈ ഇബ്ലീസ് പോയിക്കൊണ്ട് കൊട്ടാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന രാജാവിനും ഈ രാജകുമാരിയുടെ സഹോദരങ്ങൾക്കും സ്വപ്നം കാണിക്കുകയാണ്. നിങ്ങളുടെ മകളായിരിക്കുന്ന രാജകുമാരിയെ ആ ബർസീസ കൊന്നിട്ടുണ്ട്. അദ്ദേഹം ആ കൊത്തിട്ട ശവശരീരം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അവിടെ വസ്ത്രത്തിന്റെ തുമ്പ് കാണാം. അവിടെ ശവശരീരം കുഴിച്ചിട്ടതിന്റെ അടയാളമായിട്ട് ആ വസ്ത്രത്തിന്റെ തുമ്പ് നിങ്ങൾക്ക് കാണാമെന്നോ. എല്ലാവർക്കും ദിവസങ്ങളോളം കിനാവ് കണ്ടപ്പോ, സ്വപ്നം കണ്ടപ്പോ എല്ലാവരും കൂടി ആ മലമുകളിലേക്ക് കയറുകയാണ്. സുഹൃത്തുക്കളെ, കയറിക്കൊണ്ടതാ ആ കിനാവ് കണ്ട സ്ഥലത്ത് പോയി നോക്കുമ്പോ ശരിയാണ്, രാജകുമാരി ധരിച്ച വസ്ത്രത്തിന്റെ തുമ്പ് മുകളിലേക്ക് കാണുന്നുണ്ട്. മണ്ണെടുത്ത് നോക്കിയപ്പോ രാജകുമാരിയുടെ ശരീരം അവിടെയുണ്ട്. ആ വൈദികന്മാര് പരിശോധിച്ചപ്പോ രാജകുമാരി ഗർഭിണിയാണ്. എല്ലാം അങ്ങ് ക്ലിയർ ആയപ്പോ ബർസീസയെ തുറുങ്കിലടച്ച് കൊണ്ടുപോയി ജയിലിലിട്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണ്? ഇബ്ലീസിന് കൊട്ടേഷൻ കൊടുത്തത് ഇയാളെ കാഫിറാക്കാനാണ്, വ്യഭിചാരിയാക്കാനല്ല, കൊലയാളിയാക്കാനല്ല, ഇബാദത്ത് നിർത്താനല്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഇബാദത്ത് നിന്നു. ഇദ്ദേഹം ഒരു വ്യഭിചാരിയായി, ഇദ്ദേഹം ഒരു കൊലയാളിയായി, ഒരു ജയിൽ പുള്ളിയായി. പക്ഷെ കാഫിറായിട്ടില്ല. ഇബ്ലീസിന്റെ ഡ്യൂട്ടി തീർന്നിട്ടില്ല. അങ്ങനെ ജയിലിലേക്കിട്ട ബർസീസയെ കൊണ്ടുവന്ന അവസാനം കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു രാജാവ്. അങ്ങനെ ജനലക്ഷങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് ആ ബർസീസയെ കൊണ്ടുപോയി അങ്ങ് കുരിശിൽ തറക്കുകയാണ്. വലിയ ഉയരമുള്ള മരത്തിലേക്ക് അങ്ങ് കൈകാലുകൾ കെട്ടിയിട്ടിട്ട് നെറ്റിത്തടത്തേക്ക് അമ്പ ഇതുകൊണ്ടാണ് കൊല്ലാൻ പോകുന്നത്. ആ കുരിശിൽ തറച്ചു നിൽക്കുന്ന ബർസീസ താഴത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്ന് റൂമിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നതുപോലെ അബിയൽ മനുഷ്യരൂപത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ കുരിശിൽ തറച്ചു കിടക്കുന്ന ബർസീസ ഈ അബിയദിനെ വിളിച്ചു അത്രേ, യാ ഉസ്താദ്. കാരണം ഇസ്മുല്ലാദം പറഞ്ഞു തന്ന ആളാണ്. ഓ ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്ത് അവസാനം എന്റെ വഴിയങ്ങ് പിഴച്ചുപോയി, എന്റെ ഇബാദത്ത് നഷ്ടമായി പോയി. ഞാൻ ഇന്നൊരു വ്യഭിചാരിയാണ്, ഞാനൊരു കൊലയാളിയാണ്, എന്നെ കൊല്ലാൻ പോവുകയാണല്ലോ ഉസ്താദേ. ഈ സമയത്ത് എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴിയെന്ന് ചോദിച്ചപ്പോ ബർസീസയുടെ ഡ്യൂട്ടി അവിടെ പൂർത്തിയാകാൻ പോവാണ്. ബർസീസ അബിയലിന്റെ ഡ്യൂട്ടി അവിടെ പൂർത്തിയാവാൻ പോവുകയാണ്. അബിയൽ ബർസീസയോട് പറഞ്ഞു അത്ര, അല്ലയോ ബർസീസ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? മഹാന്മാരായ ആരെങ്കിലും ഒരു മഹാത്മാവിന് നിങ്ങൾ സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോ ബർസീസ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? ആർക്കാണ് സുജൂദ് ചെയ്യുക? എന്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളാണ്. അപ്പൊ അബിയൽ ചിരിച്ചോണ്ട് പറഞ്ഞു അത്ര, എന്നാ എനിക്ക് തന്നെ സുജൂദ് ചെയ്താളാ. ബർസീസ പറഞ്ഞു, എങ്ങനെ ഞാൻ സുജൂദ് ചെയ്യും? എന്റെ കൈകാലുകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അബിയൽ പറഞ്ഞു അത്രേ, നിങ്ങൾ എന്നാൽ എനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കണ്ണിന്റെ പോള ഒന്ന് അടച്ച് തുറന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസായിരിക്കുന്ന അബിയലിന് സുജൂദ് ചെയ്യുന്ന നിയ്യത്തോടുകൂടെ ബർസീസ കണ്ണടച്ച് തുറക്കേണ്ട താമസം അബിയൽ പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ഭൂമിയിൽ സുജൂദ് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്താണ്. ചിരിച്ചുകൊണ്ട് അബിയൽ പറഞ്ഞു, അന്ത കഫർതു, ബർസീസ നീ കാഫിറായി. ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നിനക്ക് അല്ലാഹനെ പേടിയില്ലെങ്കിലും എനിക്ക് കുറച്ചൊക്കെ പേടിയുണ്ടെന്ന് പറഞ്ഞ് ഇബ്ലീസ് അവിടെ നിന്ന് പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ് ചെറിയൊരു ഉപദേശത്തോടുകൂടെ. ഇത് കേവലം ഒരു ബർസീസയുടെ വിഷയമല്ല. ഓരോ മുഅ്മിനായ മനുഷ്യനും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടേക്ക് ഇബ്ലീസ് വരുമത്രേ.
ഇബ്ലീസ് വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് ദാഹത്തിന്റെ കടുപ്പം കൊണ്ടവന്റെ തൊണ്ടക്കുഴി വറ്റിക്കിടക്കുമ്പോ ഒരു കുപ്പിയിലെ വെള്ളവുമായിട്ട് ഇബ്ലീസ് വന്ന് പറയും, നിനക്ക് വെള്ളം വേണോ? ആ മുഅ്മിനായ മനുഷ്യൻ അതേ എന്ന് പറയുമ്പോ ഇബ്ലീസ് പറയും, അത്രേ, നിനക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു യഹൂദിയാണെന്ന് പറ, എന്നാൽ നിനക്ക് വെള്ളം തരാം. മരിക്കാൻ കിടക്കുന്ന മുസ്ലിമായ മനുഷ്യൻ പറയും, ഇല്ല ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. എന്നാ നീ ഒരു നസ്രാനിയാണെന്ന് പറയടോ, നിനക്ക് വെള്ളം തരാം. മുഅ്മിനായ മനുഷ്യൻ പറയും, ഇല്ല ഇല്ല, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ നസ്രാനിയാണെന്ന് പറയില്ല. അപ്പൊ ഇബ്ലീസ് ചോദിക്കും, അത്രേ, എന്നാ നിനക്ക് എന്താ ആഗ്രഹം? ലാ ഇലാഹ ചൊല്ലിയിട്ട് മരിക്കാനാണോ നിന്റെ ആഗ്രഹം? ആ മുസ്ലിമായ മനുഷ്യൻ അതേ എന്ന് പറയുമ്പോ ഇബ്ലീസ് പറയും, അത്രേ, എന്നാൽ നീ ചൊല്ലിക്കോ, ലാ ഇലാഹ, ലാ ഇലാഹ എന്ന് ചൊല്ലിക്കോ എന്ന് പറയുമ്പോ ആ ഇബ്ലീസിന്റെ വാക്ക് കേട്ടുകൊണ്ട് അതേപടി ആ മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ എന്ന് മാത്രം അങ്ങ് പറയുകയാണ്. ഇല്ലല്ല, ഇല്ലല്ല ഇല്ലാതെ വെറും ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്താണ്. ഇബ്ലീസ് മരിക്കാൻ കിടക്കുന്ന വെപ്രാളത്തിൽ എന്താണ് പറയുന്നതെന്നറിയാതെ അവൻ പറയുന്നത് കേട്ട് ഓരോ മുഅ്മിനായ മനുഷ്യന്മാരും പറയും, അത്ര ലാ ഇലാഹ. ആ പറയലോടുകൂടെ അവൻ ചിരിച്ചോണ്ട് പറയും, അന്ത കഫർതു ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നീ കാഫിറായി പോയി, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കാഫിറാക്കിയിട്ട്, വീട്ടിൽ കിടക്കുന്നവനെയും കാഫിറാക്കിയിട്ട്, ഐസിയുൽ കിടക്കുന്നവനെയും കാഫിറാക്കിയിട്ട്, റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്നവനെയും കാഫിറാക്കിയിട്ട്, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ കുപ്പിയിലെ വെള്ളവുമായിട്ട് നടന്നാ പോലും 100 ആളുകൾ കാഫിറാകുന്നതല്ലാതെ ഈ കുപ്പിയിലെ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും ചെലവാവുകയില്ല. ഇവിടെ എന്റെ മുഅ്മിനായ മനുഷ്യന്മാരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണ്? ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഭാര്യയുണ്ടാവാം, മക്കളുണ്ടാവാം, കുടുംബങ്ങൾ ഉണ്ടാവാം. ഇവർക്കാർക്കും ഇബ്ലീസിനെ കാണാൻ സാധ്യമല്ലല്ലോ. അപ്പൊ ഇബ്ലീസിനെ കണ്ടാലല്ലേ ഇവർ ആട്ടിയോടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇബ്ലീസിനെ കാണുന്ന ആളുകൾ നമ്മൾ അടുത്ത് വേണം. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരാ ഇബ്ലീസിനെ കാണുന്ന ആളുകൾ? ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവൻ ആട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ആ മഹാന്മാർക്ക് മാത്രമാണ് അവനെ കാണാൻ കഴിയുന്നത്. പ്രിയ മുഅ്മിനീങ്ങളെ, ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരു മഗ്രിബ് നിസ്കരിച്ചിട്ടെങ്കിലും സുബ്ഹി നിസ്കരിച്ചിട്ടെങ്കിലും അസ്ഹാബുൽ ബദരീങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്നത് പതിവാക്കണേ. എന്റെ എളിയവനായ എന്റെ ശരീരത്തോട് ഓർമ്മപ്പെടുത്തിയ ശേഷം നിങ്ങളോടും കൂടി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതകാലത്ത് ഇസ്സത്തോടുകൂടെ ഈമാനോടുകൂടെ ജീവിച്ച് വെള്ളിയാഴ്ചയുടെ രാവിലോ അതിന്റെ പകലിലോ ഈമാൻ സലാമത്തായി മരിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഞാൻ സുദീർഘമായൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടെ ജീവിച്ച് ഖൈറായത് സമ്പാദിച്ച് ഹലാലായത് ഭക്ഷിച്ച് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം വഴിവിടക്കാൻ വഴികൾ ഒരുപാടുണ്ട്. ഇവിടെ നന്നാവാനെ കുറിച്ച് പാടുള്ളൂ. മനസ്സ് വെച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും. ഏത് ദുശീലങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് മാറ്റാൻ മനുഷ്യൻ വിചാരിച്ചാൽ മതി. പിന്നെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു വിഷയം, നമ്മുടെ ഖത്തീബ് ഉസ്താദും കമ്മിറ്റി ഭാരവാഹികളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതല്ലേ നിങ്ങളെ പ്ലാന്? അതല്ലേ? മാഷാ അല്ലാഹ്, നമ്മളെ മദ്രസിന്റെ പ്ലാനാണ് ഈ കാണുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. അൽഹംദുലില്ലാഹ്, നല്ല ചന്തണ്ട്. അതിങ്ങനെ ഈ ഫോട്ടോത്തിലുണ്ടാകുന്ന അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടാകണമല്ലോ. അപ്പം അതിന് നിങ്ങളുടെ ഒക്കെ അകമൊഴിഞ്ഞ സഹായം വേണം. കാരണം നിങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥാപനം വരിക, അതിൻ്റെ അഭിമാനം നിങ്ങൾക്കാണ്. ഇത് ഉണ്ടാക്കിത്തരാൻ പുറത്തുനിന്ന് ആരും വരുമൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. കാരണം അതിന് അഭിമാനം നമുക്കാണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിക്കാനുള്ളൊരു മേഖലയാണ്. മദ്രസ മേഖല ടോട്ടലി ഒരു ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ. ഇവിടെ അങ്ങനെ നല്ല ഞാൻ പറഞ്ഞത് ഇല്ലാന്നുമല്ല, എനിക്കറിയില്ലല്ലോ. അപ്പോൾ പൊതുവെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണവും മരുന്നൊക്കെ നമ്മൾ കൊടുക്കും. അവരുടെ റൂഹിന് വേണ്ട ഭക്ഷണം കൊടുക്കുന്നവരാണ് ഉസ്താദുമാർ. അവരുടെ റൂഹിന് വേണ്ട ഭക്ഷണം ലഭിക്കുന്ന സ്ഥലമാണ് ആ മദ്രസ.
അപ്പോൾ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും ആ സംഭാവന. കാലക്രമേണ ആ മദ്രസകളിലേക്ക് നിങ്ങൾ ₹1 ആരെങ്കിലും കൊടുത്താൽ ആ മദ്രസയിൽ ഖിയാമത്ത് നാൾ വരെ എത്ര കുട്ടികൾ വന്നിരുന്നു, എത്ര ബിസ്മി ഓതുന്നു, എത്ര ഫാത്തിഹ ഓതുന്നു, എന്തൊക്കെ ഇൽമു പഠിക്കുന്നു, അതിൻ്റെ ഒക്കെ കൂലി ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാരിയായ സ്വതഖയാണ്. അതായത് മുറിയാത്ത സ്വതഖ, കൊടുക്കുമ്പോൾ കിട്ടിയിട്ട് പിന്നെ കിട്ടാത്തതല്ല, ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വതഖയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാവന ചെയ്യാനും പിന്നെ ഇത്യാദി നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ എളിയവനായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ സംഘാടകർ ആരെങ്കിലും ഇറങ്ങി നല്ലതായിരിക്കും. പിന്നെ ആ മദ്രസൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നിങ്ങളൊക്കെ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഭാരവാഹികൾ അറിയിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ഈ സമയത്ത് ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, പറയാം, അവരെഴുതിക്കോളും കേട്ടോ. എന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ദ്വാരക്കാൻ നീയത്തുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ നമുക്ക് സദസ്സിൽ നിന്ന് ദ്വാ ചെയ്യുകയും ചെയ്യാം. ആരെങ്കിലും അങ്ങോട്ട് ഇറങ്ങി നിന്നാലേ അവർ പറയുന്നത് അറിയാം. ആളുണ്ടല്ലേ, ശരി ശരി, സെക്രട്ടറിയാണ്, മാഷാ. അപ്പം നിങ്ങളാൽ കഴിയുന്നത്, ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പം നേരത്തെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ കയ്യിൽ ഉള്ളവൻ്റെ കയ്യിലും ഇല്ലാത്ത സമയമാണ്, നമുക്കൊക്കെ അറിയാം. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ഉള്ളവരെ കയ്യിലും ഇല്ലാത്ത സമയമാണ്. സാമ്പത്തികമായിട്ട് എല്ലാവരും കുടുക്കലൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാതെ അവരെഴുതിക്കോളും. KH ഷരീഫ് ഒരിലോട് പോയി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ. പടച്ച റബ്ബേ, ആ മനുഷ്യന് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ സദഖ ചെയ്തതെങ്കിൽ നീ സ്വീകരിക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നുള്ള ഒരു സംഭാവനയാണ് അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണം തമ്പുരാനെ. വല്ല കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്തുകൊണ്ട്, ഉയർന്നു വരാൻ പോകുന്ന ഇൽമിൻ്റെ മജ്ലിസായ ആ സ്ഥാപനത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ജീവിക്കുന്ന കാലം അത്രയും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മക്കളോ കുടുംബങ്ങളോ ഒരാളുടെ മുന്നിലും കൈ കാണിക്കാതെ ഇസ്സത്തോടുകൂടെ ജീവിപ്പിക്കണം റഹ്മാന്. അബ്ദുൽ കരീം എന്ന ഒരു സഹോദരൻ 25 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണം, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇത് ചോദിക്കാൻ എളിയവനായ ഞാനാരുമല്ല, ഈ നാടിലെ മുഅ്മിനീങ്ങളാണ് ഈ സദഖ ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിൽ ഖിയാമത്ത് നാൾ വരെ ഇൽമിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ അർഹമായ പ്രതിഫലം ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറിലേക്കും കുടുംബങ്ങളിലേക്കും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവർക്ക് നീ ഇസ്സത്തും ഐശ്വര്യവും ഏറ്റി കൊടുക്കണം തമ്പുരാനെ. ആ സിമന്റ് സദഖ ചെയ്ത സംഭാവന ചെയ്ത ആ സഹോദരൻ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലോ ജോലി മേഖലയിലോ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിലും മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു കൊടുക്കണം തമ്പുരാനെ.